കഴിഞ്ഞയാഴ്ച പോസ്റ്റ് ചെയ്ത നിങ്ങളെല്ലാവരും വലിയ വിജയമാക്കി തീർത്ത മൈലാഞ്ചി മുഞ്ചുള്ള മിസ്രിപ്പിണ്ടെന്ന കഥയ്ക്ക് ശേഷം ഹയാ മെഹറിൻ എഴുതുന്ന പുതിയ കഥ വൈശാലി. അമ്മ 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 ദേ ഒരു പിച്ചക്കാരി വന്ന് ഇന്ന് കരയുന്നു. പിച്ചക്കാരി നിന്റെ കുഞ്ഞമ്മ കുട്ടി പിശാചേ. അമ്മ കേടന്ന് തൊള്ളോർക്കാടി, ഞാൻ അതാ വരുന്നു. എവിടെ ആയിരുന്നേ ഇത്രയും നേരം? ഓ നിന്ന് കാണാതെ വല്ലതും തിന്നാന്താ തള്ളേ, എനിക്ക് വിശക്കണു. നിന്റെ തള്ളവിളി ഞാൻ ഇന്നത്തോടെ നിർത്തിത്തരാവിടി, നിന്റെ അച്ഛനിങ്ങ് വരട്ടെ. ഓ ശരി രാജാവേ, ഇപ്പൊ എനിക്ക് വല്ലതും തിന്നാതാ, വിശക്കണു. നീ കല്ലുകൊത്താൻ പോയതൊന്നല്ലല്ലോ ഇതിന് മാത്രം വിശക്കാൻ. അയ്യോ അങ്ങനെ പറയരുത്, ഞാൻ പഠിച്ച് ക്ഷീണിച്ച് വരുവാ. നീ ഇന്ന് തള്ളി മറിക്കാൻ പോയി കുളിച്ചിട്ട് വാടി. വല്ലതും തിന്നാതാ, നിന്നിട്ട് കുളിക്കാം. കുളിക്കാതെ ഈ പടി ചവിട്ടിയ നിന്റെ കാല് ഞാൻ തല്ലി ഓടിക്കും. അമ്മേ നീ ഇന്ന് ചിണുങ്ങാ പോയി കുളിച്ചിട്ട് വാടി. എനിക്ക് വയ്യമ്മേ, വല്ലതും തിന്നാതാ, എന്നിട്ട് കുളിക്കാം. എന്നാ 2 ഉണ്ണിയപ്പം തരാം, അത് തിന്നിട്ട് മര്യാദക്ക് പോയി കുളിച്ചോണം. ഉണ്ണിയപ്പെങ്കിൽ ഉണ്ണിയപ്പം താ. കോടയിൽ കരിഞ്ഞ് മണത്തിട്ട് ഇവിടെ നിൽക്കാൻ വയ്യ. ആ ഈ ഞാനാരാവുന്നല്ലേ എന്നാ കേട്ടോ, ഞാൻ വൈശാലി, അച്ഛൻ ശാലിന്ന് വിളിക്കും. അത് കേട്ട അമ്മേ, ഇപ്പോൾ ഇവിടുന്ന് യാതൊരു ദയവില്ലാതെ എന്നെ പട്ടിണിക്കിട്ട് പോയ ആള് എൻ്റെ അമ്മ പത്മ. കൂടെ നിന്ന് എനിക്ക് കട്ടപ്പണിയിരുന്ന മുതൽ എൻ്റെ ഏക അനിയൻ കുട്ടൂസ് എന്ന വൈശാഖ്. ഉണ്ണിയപ്പം കാണില്ലല്ലോ ഈശ്വരന്മാരെ, അമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോയതാണോ? അമ്മ ഇന്നാ പെണ്ണെ കിടന്ന് ഒച്ച വെക്കാതെ. എൻ്റെ സാറേ, ഇതിൻ്റെ സ്മെല്ലിങ് അടിച്ചാൽ പിന്നെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റൂലല്ലോ. വിശപ്പിൻ്റെ അസ്കിത ഉള്ളതുകൊണ്ടാണേ. എൻ്റെ ഉണ്ണിയപ്പം ഡാ ചേക്ക മര്യാദക്ക് തന്നേ, അല്ലെ നിന്നെ കാര്യമാരി തറയിലടിച്ച് പേസ്റ്റാക്കി ബ്രെഡിന് കൂട്ടി തട്ടു ഞാൻ. പിന്നെ ഇങ്ങ വാ, ഞാൻ നിന്ന് തരാം നിനക്ക് തല്ലാൻ. ഇവനെ നിന്നെ കൊല്ലുകടാ. അമ്മേ ചേച്ചിനെ തല്ലാൻ വരുന്നു. അമ്മേ ഇവൻ എൻ്റെ ഉണ്ണിയപ്പം എടുത്തു. അമ്മേ എടാ അധികം തരാനാ പറഞ്ഞേ. പൊടി നീ പോട പട്ടി. അമ്മേ ചേച്ചി തെറി വിളിക്കണു. ഓഹോ, അമ്മയുടെ അടുത്തുനിന്ന് തല്ലു വാങ്ങി തരാനുള്ള സൈക്കിൾ ഓടിക്കൽ മൂവ്മെന്റ്. വല്ലാണ്ട് അങ്ങ് സൈക്കിൾ ഓടിക്കല്ലേ അനിയാ. അമ്മേ 11 അവന്റെ തലക്കിട്ടൊരു കൊട്ടു കൊടുത്തു. അതിനാണ് മോങ്ങുന്നത്. ഇതും കൂടി പോയി പറഞ്ഞു കൊടുക്കണ തെണ്ടി. മാനീശ്വരനൊന്നും ഉറങ്ങാനും സമ്മതിക്കില്ല. ഇതേതാ ഈ കുരുത്തം കിട്ട പെണ്ണ്? ഉറക്കം നഷ്ടപ്പെട്ട മാധവ് അമർഷത്തോടെ എണീറ്റ് ശബ്ദം കേട്ടിടത്തേക്ക് നടന്നു. വാട്ട് ഈസ് ഗോയിങ് ഓൺ ഹിയർ? ഇത് എവിടുന്ന ഒരു അപസരം? ഇനി വല്ല അശരീരിയുമാണോ? ഏയ് അശരീരിയല്ല, ഇതേതോ അലവരാതിയാ. ഏതാണോ ഇംഗ്ലീഷ് ഭൂതം? ഞാൻ തിരിഞ്ഞെന്ന് കുട്ടൂസിന് ഇതാരാന്ന് കണ്ണു കാണിച്ചു. അവൻ അറിയില്ലെന്ന് ചുമലുകൂച്ചി കാണിച്ചു. കണ്ടിട്ടൊരു വിദേശി ലുക്കൊക്കെ ഉണ്ട്. ഇനി വല്ല അമേരിക്കക്ക് പോണ പ്ലെയിനിൽ നിന്നെങ്ങാനും കൊഴിഞ്ഞു പോയതാണോ ഈശ്വര? ഇയാളിത് മനുഷ്യനെ നോക്കി ചുട്ടെടുക്കുമല്ലോ. ഐ ആം ടെല്ലിങ് ടു യു. ഇയാളിത് എന്തോന്നിത്? ഐ ആം ഫൈൻ താങ്ക് യു. അല്ല പിന്നെ നമ്മളോടെ കളി. ഉഫ് ഷിറ്റ്. നമ്മൾ ഇംഗ്ലീഷുകാരനാണ്, പുള്ളിയിൽ നിന്ന് കത്തുവാണ്. ചേച്ചി ഇയാൾ സുരേഷ് ഗോപിന്റെ കുടുംബക്കാരനാണ് തോന്നുന്നു. രാമോനെ കുട്ടൂസേ, ആകാശത്തിലൂടെ പോണ പണി പ്ലെയിനിന്റെ മുകളിൽ ഏണി വെച്ച് കയറി മേടിക്കലടാ വാവേ. എനിക്കൊന്ന് ഉറങ്ങണം. ഈ മരഭൂത്തിന് മലയാളം അറിയാവോ? എന്നിട്ടാണോ ഇത്രയും നേരം ഇവിടെ നിന്ന് പട്ടി ഷോ കാണിച്ച്? ചോദിക്കുമ്പോൾ എടുത്തുതരാൻ ഈ പറഞ്ഞ സാധനം എന്നെ ഏൽപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ. ഞാനും വിട്ടുകൊടുത്തില്ല. അല്ലേ പിന്നെ അതിന് താൻ സീവീരിന്റെ ശബ്ദം വെച്ച് ഇവിടെ കിടന്ന് കാറിക്കൂവിയാ, ഉറങ്ങാൻ പറ്റില്ല. അതിന് ഞാൻ എൻ്റെ വീട്ടിൽ നിന്നല്ല ശബ്ദം ഉണ്ടാക്കുന്നത്. ഇയാൾ ഉറങ്ങുന്നത് എൻ്റെ വീട്ടിലൊന്നല്ലല്ലോ മാഷേ. എന്നെ കയറി മാഷേന്ന് വിളിക്കാൻ ഞാൻ നിന്നെ ഏത് ക്ലാസ്സിലടി പോലെ പഠിപ്പിച്ചത്? ഓ സോറി മിസ്റ്റർ, ഇയാളുടെ പേരെന്താ? മാധവ് പൂജാരി. അയ്യോ പൂജാരിയായിരുന്നോ ദൈവമേ? ഇത്രയും നേരം ഞാൻ കിടന്ന് ഡയലോഗ് അടിച്ച പൂജാരിയോടായിരുന്നോ? ദൈവകോപം കിട്ടുവോ എന്തോ. ആഹാ പൂജാരിയായിരുന്നോ? ഏതമ്പലത്തിലേതാ? ഞാൻ നിഷ്കളങ്കമായി ചോദിച്ചു. അങ്ങേരെ എന്നെ ഒന്ന് കലിപ്പിച്ച് നോക്കി. എന്തോ പിറുപിറുത്തോണ്ട് ചവിട്ടി കുലുക്കി അങ്ങ് കയറിപ്പോയി. ഇയാളിതിപ്പോ ചവിട്ടി പൊളിക്കോ? എന്തോ ഉച്ചത്തിൽ വിളിച്ചു പോകുന്നുണ്ട്. ഇംഗ്ലീഷിലായതുകൊണ്ട് പിന്നെ നമുക്കൊന്നും മനസ്സിലായില്ല. മിക്കവാറും എൻ്റെ അച്ഛനെ സ്മരിക്കുകയായിരിക്കും. പൂജാരി എന്നോട്ട് കാര്യമില്ല, മൂക്കിന്റെ തുമ്പത്താ ദേഷ്യം. പക്ഷെ അപാര ലുക്ക മുതലിന്. ഏത് അമ്പലത്തിലെയാണോ എന്തോ. അവിടുത്തെ പെമ്പിളുടെയൊക്കെ ഒരു ഭാഗ്യം. അമ്മേ എന്താടി? അതാണ് നമ്മുടെ വീട്ടിലൊരു ചെക്കൻ. അമ്മ എന്നെ ചുഴിഞ്ഞു നോക്കി. അല്ല ഒരേട്ടൻ. നമ്മൾ പെട്ടെന്ന് റൂട്ട് മാറ്റി. കഞ്ഞി കുടിച്ച് പോവേണ്ടതാണേ. കുളിക്കാത്തോണ്ട് പുറത്തുനിന്ന് തല പരമാവധി വലിച്ചു നീട്ടി അകത്തോട്ട് ഇട്ടുകൊണ്ടാണ് നമ്മുടെ നിൽപ്പ്. അടി കൊള്ളാൻ വയ്യ, അതാണ്, അല്ലാണ്ട് പേടിച്ചിട്ടല്ല. പുതിയ വാടകക്കാരാ. ഓ അപ്പൊ ഇതാണ് അച്ഛൻ പറഞ്ഞ ടീംസ്. അത് ഞങ്ങളുടെ വീട് തന്നെയാണ്. മക്കൾ 2 പേരും എന്നും കൂടെ തന്നെ ഉണ്ടാവാൻ
അച്ഛൻ പണിത വീട്. ഇപ്പോൾ ഉപയോഗിക്കാത്തതുകൊണ്ട് തൽക്കാലം വാടക കൊടുത്തിരിക്കുകയാണ്. ഇന്നലെ ഞാനും കുട്ടൂസും അമ്മമ്മയുടെ കൂടെ ആയിരുന്നു. അതാണ് ഇവരുടെ എൻട്രി കാണാൻ പറ്റാഞ്ഞത്. എന്തേടി ഒരാലോചന? ഒന്നുമില്ലമ്മ, എന്തായാലും പുള്ളി പൂജാരിയാ. പൂജാരിയോ? ആ, ആര് പറഞ്ഞു നിന്നോട്? അയാള് പറഞ്ഞോ നിന്നോട് അയാൾ പൂജാരിയാന്ന്? പൂജാരി എന്ന് പറഞ്ഞില്ല, പക്ഷെ പേര് പറഞ്ഞു, മാധവ് പൂജാരി എന്ന്. എൻ്റെ ദൈവമേ, ഇങ്ങനെ ഒരു പൊട്ടി. എടി അതയാളുടെ പേരാ. അതെങ്ങനെ ശരിയാവും? നമ്മുടെ അച്ഛൻ്റെ പേരെന്താ? മാധവൻ നായർ. അത് അച്ഛൻ നായരായോണ്ടല്ലേ. പേരിൻ്റെ കൂടെ നായര് വാര്യർ എന്നൊക്കെ ഉള്ളവർ നായന്മാരും നമ്പ്യാരൊക്കെയല്ലേ. അപ്പം ഇയാൾ പൂജാരിയല്ലേ? എൻ്റെ ശാരി, നീ എത്രയിലാ പഠിക്കണത്? ഡിഗ്രി. അതിൻ്റെ വിവേകബുദ്ധികളും കാണിക്ക്. എൻ്റെ കൃഷ്ണ, ഇങ്ങനെ ഒരു പൊട്ടി. ഇവളെങ്ങനെ ഡിഗ്രി വരെയൊക്കെ എത്തിയെന്നാ? നിന്ന് കുനിഷ്ട് പറയാൻ പോയി കുടിക്കടി. ഇയാളിനി പൂജാരിയല്ലേ? കൊടുത്ത റെസ്പെക്റ്റ് വെറുതെ ആവോ ഈശ്വര? പൂജാരിയാണെങ്കിലും അല്ലെങ്കിലും കുറച്ച് അഹങ്കാരി ആള്. നാ പട്ടി എണീക്കടാ. ചേച്ചി നിന്ന് ചിണുങ്ങാ എണീക്കിയേക്കാം. ചേച്ചി കുറച്ചു നേരം കൂടി കിടക്കട്ട്. എന്താ? ഹാപ്പി ബർത്ത്ഡേ. ദാ മോയന്തി നിന്റെ പിറന്നാളാ. എണീറ്റ് പോയി കുളിക്ക്, അമ്പലത്തിൽ പോവാനുള്ളതാ. ഈശ്വര, ഇന്ന് കുശാല. പിറന്നാളായതുകൊണ്ട് പായസം വെക്കും, ഉച്ചക്ക് ബിരിയാണിയാവും. ആഹാ, അന്തസ്. ഇന്ന് അവധിയായതുകൊണ്ട് പിന്നെ ഒന്നും നോക്കാൻ നിന്നില്ല. ഇന്ന് ഞാൻ തിന്ന് മരിക്കും. തിങ്കളാഴ്ച ഹർത്താൽ വന്ന പ്രതീതിയാണ് ഇവിടെ ഇന്ന്. കാരണം ഇവിടെ അച്ഛനും അമ്മക്കും വെജിറ്റേറിയനാണ് ഇഷ്ടം. നോൺ വെജ് വല്ലപ്പോഴും മാത്രമാണ് വാങ്ങിക്കുന്നത്. അമ്പലത്തിൽ നടന്നു പോയതുകൊണ്ടാവണം വല്ലാത്ത വിശപ്പ്. അമ്മേ, ഈ അമ്മ ഇത് എവിടെ പോയി കിടക്കുക? ഞാനിന്ന് വിശന്ന് ചാവൂലോ ഈശ്വര. അമ്മേ! അമ്മ ആരോടോ കത്തി വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതേതാ പുതിയ കക്ഷി? ചിലപ്പോൾ പൂജാരിയുടെ അമ്മയാവും. എന്തായാലും ശല്യപ്പെടുത്താൻ പോകണ്ട. ഡീറ്റെയിൽസൊക്കെ ചോർത്തി എടുക്കുമായിരിക്കും. കിട്ടിയാൽ നമുക്ക് ഉപകാരമുള്ള കേസാ. ശാലി, ആ എന്താ അമ്മേ? നീ ഇത് കൊണ്ടുപോയിട്ട് ആ സുമാൻറ്റിക്ക് കൊടുക്ക്. ആർക്ക്? നിന്റെ പൂജാരിയുടെ അമ്മക്ക് കൊണ്ടു കൊടുക്കാൻ. എൻ്റെ പൂജാരിയോ? നീ ഇന്ന് ഡയലോഗ് അടിക്കാൻ കൊണ്ടു കൊടുക്കടി. ഇതെന്താ? അത് കുറച്ച് പായസ. ഓ, അപ്പം അവിടം വരെയായി കാര്യങ്ങൾ. പായസവും കൊണ്ട് അവിടെ എത്തി ആൻറ്റിയെ കുറേ വിളിച്ചു. ഒരു പൂച്ചക്കുഞ്ഞ് പോലും പ്രതികരിക്കുന്നില്ല. ഇനി ഇവിടെ ആരും ഇല്ലേ? രണ്ടും കൽപ്പിച്ച് അകത്ത് കയറി. ആരോ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നുണ്ട്. ആൻറ്റിയാവും. പോലീസ്! ഞാൻ തിരിഞ്ഞോടാൻ നിൽക്കുമ്പോഴാണ് ഈ മുഖം പണ്ടെങ്ങോ കണ്ടില്ലേ എന്നൊരു സംശയം. തിരിഞ്ഞു നോക്കിയതേ ഓർമ്മയുള്ളൂ. എൻ്റെ സകല കിളികളും നാട് വിട്ടുപോയി. ദേ നമ്മുടെ പൂജാരി പോലീസ് യൂണിഫോം ഇട്ടുകൊണ്ട് വരുന്നു. മൂർഖം പാമ്പിനെ അതിൻ്റെ കൂട്ടിൽ കയറി ചെന്ന് ഇക്കിളിയാക്കി പുറത്തിട്ടൊരു ഫീലിംഗ്. ഭൂമി പിളർന്ന് താഴെ മാവേലിക്ക് കൂട്ടുവാൻ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു. പുള്ളിക്കാരനെ കണ്ടപ്പോൾ തന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ ഡയലോഗ് തിരിച്ചു വന്ന് എന്നെ നോക്കി കൊഞ്ഞനും കുത്തി. സംഭവമാണൊരു ചെറിയ ദുൽഖർ സൽമാനാ. നടന്നു വരുന്ന കാണാൻ ഒരു ആനച്ചന്തൊക്കെയുണ്ട്. പക്ഷെ ഈ ആന മിക്കവാറും തന്നെ ചവിട്ടി കൊല്ലും. കയ്യിൽ പായസമുള്ളതുകൊണ്ട് തിരിഞ്ഞോടാനും വയ്യ. മരണം ഏകദേശം അടുത്തെത്തിക്കൊണ്ടിരിക്കുവാണ്. അവിടെ കിടന്ന് ഒച്ചയുണ്ടാക്കുന്ന പോരായിട്ടാണോ നിന്നെ രാവിലെ തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? ആന അലറലോടലറ്. ഞാൻ എൻ്റെ നാവിനെ കഷ്ടപ്പെട്ട് പിടിച്ച് കെട്ടിയിട്ടു. ഇപ്പൊ വല്ലവും പറഞ്ഞ ഈ ആനനെ ചവിട്ടി അരച്ച് പേസ്റ്റാക്കും. നിന്റെ നാവെന്താടി, കാശിക്ക് പോയോ? ഞാൻ മുഖം വീർപ്പിച്ച് നിന്നതേയുള്ളൂ. എന്തോ പറയാൻ വന്ന പുള്ളി പെട്ടെന്ന് മുഖത്ത് ചിരി വരുന്ന കണ്ടപ്പോഴേ ഞാൻ ഊഹിച്ചു പുറകിൽ ആരോ നിൽക്കുന്നുണ്ടെന്ന്. തിരിഞ്ഞു നോക്കിയപ്പോൾ ദേ നിൽക്കുന്നു എൻ്റെ തന്തപ്പി. അവര് വന്നു കയറിയില്ല, അതിനു മുമ്പേ നീ അവിടെ കയറി പറ്റിയോ? എന്നോടാണ്. ഈ അച്ഛനും തന്നെ നാണം കെടുത്തു. ഞാൻ അച്ഛനെ നോക്കി വിളിച്ചു കാണിച്ചു. ഞാൻ പോട്ടേടി വാവേ. എന്നോടും പൂജാരിയോടും യാത്ര പറഞ്ഞ് അച്ഛൻ കാറിൽ കയറിപ്പോയി. പൂജാരി വഴക്ക് പറച്ചിലിൻ്റെ അടുത്ത സെക്ഷൻ തുടങ്ങാൻ പോകുമ്പോഴാണ് അകത്തുനിന്നൊരു മനുഷ്യൻ നടന്നു വന്ന്. പൂജാരിയുടെ ഓണറായിരിക്കും മിക്കവാറും. ഇതാരാടാ? എന്നെ പുള്ളിക്ക് മനസ്സിലായില്ല. പൂജാരി എന്നെ പുച്ഛത്തോടെ ചുഴിഞ്ഞു നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഞാനാരാ മോള് ഇടിച്ചു കയറി പരിചയപ്പെട്ടു. ഞാൻ ആ വീട്ടിലെയാ, ഞാൻ ഇളിച്ചുകൊണ്ട് പറഞ്ഞു. ആ, സുമ മുകളിലാ, തുണി വിരിച്ചിടുക, ഞാൻ വിളിക്കാം, മോള് കയറി വാ. സുമേ, സുമേ എന്നും പറഞ്ഞ് അങ്കിൾ പൂജാരിയുടെ ബൈക്കിൽ കയറിപ്പോയി. ഇയാൾക്ക് ജീപ്പൊന്നുമില്ലേ? ഇനി പോലീസ് തന്നെ അല്ലേ? വല്ല നാടകക്കാരനാണോ ഈശ്വര? ദൈവമേ, കൊടുത്ത റെസ്പെക്റ്റ് വെറുതെ ആവുമോ? ആൻറ്റി സ്റ്റെപ്പ് ഇറങ്ങി വരുന്നുണ്ട്. ആ നോട്ടം കണ്ടാൽ അറിയാം പുള്ളിക്കാരിക്ക് എന്നെ മനസ്സിലായില്ല എന്ന്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കയറി പറഞ്ഞു. ഞാൻ ആ വീട്ടിലെയാ, പായസം തരാൻ വന്നതാ. ആ, രാവിലെ പത്മ പറഞ്ഞായിരുന്നു.
ഇന്ന് മോൻ്റെ പിറന്നാളാണെന്ന്. മോളിരിക്കേ. ഞാനും ആൻറ്റിയും പെട്ടെന്ന് കൂട്ടായി. സംസാരത്തിൽ നിന്ന് മനസ്സിലായി പൂജാരി പുള്ളിക്കാരിയുടെ ഒരൊറ്റ മോനാണെന്ന്. പുള്ളിക്കാരനെ ഇവിടുത്തെ സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറാണ്. പുള്ളിയുടെ ആദ്യ പോസ്റ്റാണ് ഇവിടെ. ഇവർക്ക് നാട്ടിൽ വേറെ വീടൊക്കെ ഉണ്ട്. മോനെ ഒറ്റയ്ക്ക് വിടാൻ മടിയായതുകൊണ്ടാണ് ഫാമിലി ആയിട്ടിങ്ങ് പോകുന്നത്. ആൻറ്റി സ്കൂൾ ടീച്ചറായിരുന്നു. അങ്കിളും ഇപ്പോൾ രണ്ടുപേരും റിട്ടയർഡാണ്. ഈ തലതിരിഞ്ഞ ജന്തു കുറച്ച് ലേറ്റായിട്ടുണ്ടായ സന്തതിയാണ്. ഞങ്ങൾ കുറേ നേരം കത്തിവെച്ചിരുന്നു. ആ ഫാമിലിയുടെ ജാതകം വരെ ഞാൻ ആ സമയം കൊണ്ട് കൈക്കലാക്കി. ആൻറ്റി എനിക്ക് ലഡുവൊക്കെ തന്നു. അതൊക്കെ വയറ്റിലാക്കി ഞാൻ പതിയെ സ്ഥലം കാലിയാക്കാൻ തീരുമാനിച്ചു. വൈകുന്നേരം അച്ഛൻ വരുമ്പോൾ കേക്ക് കൊണ്ടുവന്നു. കേക്ക് കട്ട് ചെയ്യാൻ അങ്കിളും ആൻറ്റിയും വന്നിരുന്നു. കേക്കൊക്കെ തിന്ന് ഭക്ഷണമൊക്കെ കുത്തിക്കയറ്റി ഞാൻ പോയി സുഖമായി കിടന്നുറങ്ങി. ഇന്നും ക്ലാസ്സില്ലാത്തതുകൊണ്ട് കുറേയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടന്നു. പിന്നെ വൈകുന്നേരമെല്ലാം ആൻറ്റിയുടെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. ബോറടിയുടെ കാര്യം പറഞ്ഞപ്പോൾ മോളിൽ പൂജാരിയുടെ റൂമിൽ കുറേ ബുക്കുണ്ട്, മോള് പോയി വായിച്ചു എന്ന് പറഞ്ഞ് മുഴുവനാകുന്നതിന് മുമ്പ് ഞാൻ ഓടി മോളിൽ കയറി. ബുക്ക് പണ്ടേ നമ്മുടെ വീക്ക്നെസ്സാണ്. ഉഫ്, റൂമൊക്കെ കാണണം. എന്നാ വൃത്തിയാ. ഒക്കെ അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. ഒരു ഷെൽഫ് നിറയെ ബുക്ക് നോക്കുന്നതിനിടയിലാണ് അവിടെ വെച്ച് യൂണിഫോം കണ്ണിൽപ്പെടുന്നത്. അതെടുത്ത് വെച്ച് നോക്കിയപ്പോൾ കൊള്ളാം, എന്നാ പിന്നെ ഒന്ന് ഇട്ട് നോക്കാം. യൂണിഫോമൊക്കെ ഇട്ട് ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പുറകീന്നൊരലർച്ച. ദൈവമേ പൂജാരി, എൻ്റെ കാര്യത്തിൽ ഇതൊരു തീരുമാനമായി. നൈസായിട്ടൊന്ന് ഇളിച്ചു നോക്കി. എവിടെ, ഇതൊരു നടക്ക് പോവൂല. ആരോട് ചോദിച്ചിട്ടാടി എന്റെ റൂമിൽ കയറിയത്? അത് ഞാൻ ചുമ്മാ കണ്ടപ്പിട്ട് നോക്കിയതാ. സോറി. നിനക്ക് കാണുമ്പോ എടുത്തിടാൻ നിന്റെ അമ്മായിപ്പന്റെ വകയൊന്നല്ലല്ലോ. ഇളിച്ചോണ്ട് നിൽക്കാ, ഊരടി. ഞാൻ തിടുക്കപ്പെട്ട് ഷർട്ട് ഊരാൻ തുടങ്ങി. കൈവിറച്ചിട്ടാണെന്ന് തോന്നുന്നു. ഈ പണ്ടാരും ഊരാൻ പറ്റുന്നില്ല. അങ്ങേരുടെ മുഖത്തോട്ട് നോക്കിയിട്ടാണ് ഈ കൈയും കാലും വിറക്കുന്നു. തിടുക്കം കൂടിപ്പോയിട്ടാണെന്ന് തോന്നുന്നു. ആദ്യത്തെ ബട്ടൺസ് നമ്മളെ കയ്യിലിങ്ങ് പോകുന്നു. ഈശ്വരാ, ഇന്നെ ചുമരിന്ന് വടിച്ചെടുക്കേണ്ടി വരുമല്ലോ. ഞാൻ പുള്ളിക്കാരനെ ചെരിഞ്ഞ് നോക്കി. എന്നെ നോക്കി ദഹിപ്പിക്കുകയാണ്. പിടിച്ചു മരിച്ച അതൊക്കെ പൊട്ടിക്ക്, നാശം. നിന്നിപ്പോ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? ശവം. എന്നെ നേരെ നടന്നു നീക്കൊണ്ടാണ് ഡയലോഗ്. എനിക്ക് കൊല്ലാനാണോ ഈശ്വര? ഞാനും എല്ലാം പുറകോട്ട് നീങ്ങിപ്പോയി ചുമരിൽ തട്ടി നിന്നു. പുള്ളിക്കാരൻ എൻ്റെ തൊട്ട് മുമ്പിൽ വന്ന് നിന്നു. ആ നോട്ടം താങ്ങാനാവാതെ ഞാൻ മെല്ലെ കണ്ണടച്ച് പിടിച്ചു. ഒരു കണ്ണ് നൈസായിട്ട് തുറന്നു നോക്കിയപ്പോൾ പുള്ളിക്കാരൻ്റെ കൈ എൻ്റെ നേരെ നീളുന്നു. ശരീരത്തിലെ ഓരോ രോമത്തിലും നാണം വന്ന് നിറയുന്നത് ഞാൻ അറിഞ്ഞു. കൈയെടുക്കടി പുല്ലേ. ഒരലർച്ചയായിരുന്നു. എൻ്റെ ചെവിയുടെ ഫിലമെന്റ് വരെ അടിച്ചുപോയി. അതിനകത്തിരുന്ന സകല കിളികൾ ഓടി രക്ഷപ്പെട്ടു. അയ്യേ, ബട്ടൺസ് അഴിക്കാനായിരുന്നു. ഇപ്പൊ കയ്യിന്ന് പോയേനെ. എന്റെ ചങ്കി കിടന്ന് ചിറകടിച്ച സകല ലവ് ബേഡ്സും എന്നെ നോക്കി പുച്ഛിച്ചു. ആ ഷർട്ട് അങ്ങ് അഴിച്ചു കളഞ്ഞപ്പോ ഒന്ന് പ്രസവിച്ച സുഖം. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. ഞാൻ നൈസായിട്ട് വലിയാൻ തീരുമാനിച്ചു. തിരിഞ്ഞില്ല. അതിനു മുന്നേ വിളി വന്നു. എങ്ങോട്ടാ? ഈ പൊട്ടിച്ച ബട്ടൺ തുന്നി ചേർത്തിട്ട് പോയാ മതി മോള്. എന്റെ ഈശ്വരന്മാരെ, ഇങ്ങനെന്താ ഈ പറയുന്നത്? ഞാൻ പുള്ളിക്കാരനെ മിഴിച്ച് നോക്കി പേടിപ്പിക്കാൻ വന്ന് തുന്നിപ്പിടിപ്പിടി. എനിക്ക് തുന്നാനൊന്നും അറിയില്ല. പൊട്ടിക്കുമ്പോ ഇതൊന്നും എനിക്ക് അറിയാൻ പാടില്ലായിരുന്നോ? ഞാൻ വീട്ടിൽ കൊണ്ടുപോയി അമ്മേനെ കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുതരാം. വേണ്ടെങ്കിലോ, നീ തുന്നി തന്നാ മതി. അമ്മയല്ലല്ലോ പൊട്ടിച്ച്, നീയല്ലേ? അപ്പൊ നീ തുന്നിയാ മതി. അതിനെ എനിക്ക് തുന്നാൻ അറിയാനിട്ടല്ലേ? വളർന്നു വന്നളിച്ച് ബാറ്റൻ ടാങ്ക് പോലെ ഉണ്ടല്ലോ. എന്നിട്ട് നിനക്ക് തുന്നാൻ അറിയാൻ പാടില്ലല്ലേ? നീ ഇത് തുന്നി തന്നിട്ട് ഇവിടുന്ന് പോയാ മതി. ഇങ്ങനെ രണ്ടും കൽപ്പിച്ച ഇനി രക്ഷയില്ല. അറ്റകൈ പ്രയോഗം തന്നെ വേണ്ടി വരും. രണ്ടും കൽപ്പിച്ച് ഞാൻ അവിടുന്ന് അലറി കരയാൻ തുടങ്ങി. അല്ല പിന്നെ, ആദ്യ അലർച്ചയിൽ തന്നെ പുള്ളിയുടെ റിലേ തെറിച്ചു പോയെന്ന് ആ നിൽപ്പ് കണ്ടാൽ അറിയാം. പിന്നെ ഇടം വലം നോക്കിയില്ല. അലറൽ. മിണ്ടാണ്ടിരിക്ക്, കരയില്ലേ? നീ തുന്നണ്ട. എന്തൊക്കെയോ പറയുന്നുണ്ട്. എവിടെ തുടങ്ങിയ സ്ഥിതിക്ക് സംഭവം കുറച്ച് കളറാക്കാം. ഞാൻ കരച്ചിലിന് കുറച്ചുകൂടെ വോളിയം കൂട്ടി. പെട്ടെന്ന് അങ്ങേരികരിന്റെ വാപുത്തി പിടിച്ച് ഞാൻ കൈക്ക് കയറി കടിച്ചു. മനഃപൂർവ്വം കടിച്ചതാ. കുറച്ച് അഹങ്കാരം കൂടുതലാ പിശാചിന്. കൈ കുടഞ്ഞുകൊണ്ട് എന്നെ നോക്കി ദഹിപ്പിക്കുന്നുണ്ട്. അത് കണ്ടൊന്ന് അമാന്തിച്ചെങ്കിലും ഞാൻ പിന്നെയും കരച്ചിൽ തുടങ്ങി. അത് അങ്ങേർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ദഹിച്ചില്ല. ഇറങ്ങി പോടി എന്ന് പറഞ്ഞ് മുഴുവനാക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ചാടി പുറത്ത് കിടന്നു. ഇനി ഇവിടെ നിന്ന് അങ്ങേരെന്നെ വലിച്ചു കയറി വല്ല കുരിശിലും തറക്കും. സ്റ്റെപ്പ് ഇറങ്ങി പകുതി എത്തിയപ്പോഴേക്കും ആൻറ്റി കയറി വരുന്ന കണ്ടു. ഞാൻ പെട്ടെന്ന് കണ്ണു തുടച്ചു. ഞാൻ ശബ്ദം കേട്ട് കയറി വരികയായിരുന്നു. എന്താ പറ്റിയത്? ഏയ് ഒന്നുമില്ല ആൻറ്റി, അത് ചുമ്മാ ഞങ്ങളൊന്ന് പരിചയപ്പെട്ടതാ. പക്ഷേ പുള്ളിക്കാരി അത് വിശ്വസിച്ചാൽ മട്ടില്ല.
ആൻറ്റിയോട് യാത്ര പറഞ്ഞാൽ മെല്ലെ സ്കൂട്ടായി. ഹോ, എന്നാലും ഇങ്ങനെ മനുഷ്യന്മാരുണ്ടോ? മരഭൂതം. അമ്മേ, എൻ്റെ ടിഫിൻ ബോക്സ് എവിടെ? ഓ, അത് സുമാൻറ്റിയുടെ വീട്ടിലാ. അന്ന് അവർക്ക് ഭക്ഷണം കൊടുത്തു വിട്ട പാത്രത്തിലൊന്ന് നിന്റെ ടിഫിൻ ബോക്സാ. തരാൻ മറന്നതാവും, നീ അത് വാങ്ങിപ്പോര്. ടിഫിൻ വാങ്ങാൻ ചെന്നപ്പോൾ ആൻറ്റി എന്നെ അവിടെ പിടിച്ചിരുത്തി എനിക്ക് 2 ഇലയുടെ തിന്നാൻ തന്നു. ഞാനത് അവിടെ ഇരുന്ന് വെട്ടി വിഴുങ്ങുമ്പോഴാണ് ദേ ഒരാൾ തോർത്ത് കൊണ്ടെടുത്തുകൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങി വരുന്നു. വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം പൂജാരിയാ. വരവ് കണൻ്റെ സകല കിളികളും കണ്ടം വഴി ഇറങ്ങി ഓടി. ഞാൻ കിളി പോയി നിൽക്കുന്ന കണ്ടപ്പോഴാണ് അങ്ങേർക്ക് സ്ഥലകാലബോധം വന്നത്. എൻ്റെ അമ്മ, ആ നിൽപ്പ് അതൊന്ന് കാണേണ്ടത് തന്നെയാ. ആ മുഖം ഒന്ന് കാണണം, വിളറി വെളുത്ത്. അങ്ങേർക്കാണെങ്കിൽ തിരിഞ്ഞോടാനും വയ്യ, അവിടെ അങ്ങനെ നിൽക്കാനും വയ്യ. ചെകുത്താനും കടലിനിടയിൽപ്പെട്ട അവസ്ഥ. ഉള്ള 2 കൈ വെച്ച് പരമാവധി ഭാഗങ്ങൾ പുള്ളി മറക്കാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് ചിരിച്ചിട്ട് വയ്യ. ഈ ചിരി മിക്കവാറും എന്നെ കുഴിയിലോട്ട് എടുക്കാനുള്ള കുറുക്ക് വഴിയാവും. ഞാൻ തലയും താഴ്ത്തി ചിരി കടിച്ചു പിടിച്ച് നിന്നു. അപ്പോഴാണ് ആൻറ്റി ടിഫിൻ കൊണ്ട് അങ്ങോട്ട് വന്ന്. ആൻറ്റി പകച്ച് പണ്ടാരടങ്ങിപ്പോയി. നീ എന്താടാ ഇവിടെ? എണ്ണ. പുള്ളിക്കാരൻ വിക്കി ഒരു വിധം പറഞ്ഞൊപ്പിച്ചു. ഞാൻ ടിഫിനും വാങ്ങി യാത്ര പറഞ്ഞ് പെട്ടെന്ന് ഇറങ്ങി. വേറൊന്നിനല്ല, ഒന്ന് തലകുത്തി നിന്ന് ചിരിക്കണം. വന്നോട്ട് എന്നാ ഷോ ആയിരുന്നു. എന്തായാലും എനിക്ക് സന്തോഷമായി. ഇന്ന് 2 ദോശ കൂടുതൽ തിന്നണം, സന്തോഷം കൊണ്ടാ. അല്ലെങ്കിലും അധികം സന്തോഷം വന്ന് എനിക്ക് വിശപ്പ് കൂടുതലാണ്. ഞാൻ പെട്ടെന്ന് റെഡിയായിട്ട് ഇറങ്ങി. ഇന്ന് അല്ലേലേ ലേറ്റാ, അതിൻ്റെ ഇടയ്ക്ക് ബസ്സും വരുന്നില്ലല്ലോ. ബസ്സും കാത്ത് നിൽക്കുമ്പോഴാണ് നമ്മുടെ പൂജാരിയുടെ എൻട്രി. ഇന്ന് കൂടെ അച്ഛനില്ല. തല പരമാവധി താഴ്ത്തി പിടിച്ച് ഞാൻ നിൽക്കുന്ന സൈഡിലോട്ട് അറിയാതെ പോലും നോക്കാതിരിക്കാൻ കഷ്ടപ്പെട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളി. ഈശ്വര, ആ തലയെങ്ങാനും ഒടിഞ്ഞു പോരുമോ എന്തോ. എൻ്റെ ബസ് വന്ന് ഞാൻ വേഗത്തിനകത്ത് കയറിപ്പറ്റി. പക്ഷേ മനസ്സ് മുഴുവൻ ആശാൻ്റെ പ്ലിങ്ങിയ മുഖമായിരുന്നു. വൈകുന്നേരം വീട്ടിലെത്തി ഞാൻ ആദ്യം നോക്കിയത് അങ്ങേരുടെ ബൈക്കാണ്. പക്ഷെ നിരാശയായിരുന്നു ഫലം. കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ സിറ്റൗട്ടിൽ പോയിരുന്നു. ദൂരെ നിന്നേ ബുള്ളറ്റിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ ഞാൻ എണീറ്റ് നിന്നു. എന്നെ പുള്ളി കണ്ടു എന്ന് ഉറപ്പായപ്പോൾ ഞാൻ അകത്തേക്ക് നോക്കി കുട്ടൂസിനെ വിളിച്ചു. കുട്ടൂസേ, മോനെ, എണ്ണ ഉണ്ടോടാ? എണ്ണ എണ്ണ എന്ന് കേട്ടത് ആശം പിടിച്ചെടുത്തിയ പോലെ അവിടെ നിന്നു. എന്നിട്ട് എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി. അപ്പൊ ഞാൻ കുറച്ചുകൂടി ഉഷാറായി വീണ്ടും വിളിച്ച് എണ്ണ ചോദിച്ചു. എടാ പൊട്ട, എണ്ണ എണ്ണ ചോദിച്ചു തീരുന്നതിന് മുമ്പ് തന്നെ അങ്ങേര് സ്ഥലം വിട്ടു. നടത്തു ഓട്ടം കൂടെ സമാസമം കലർത്തിയ ഒരു ഐറ്റായിരുന്നു അത്. കുട്ടൂസ് കിളി പോയി നിൽക്കുന്ന കണ്ടപ്പോൾ ഞാൻ അവന് നേരെ ഒന്ന് കണ്ണടച്ച് കാണിച്ച്. രാവിലെ കോളേജിൽ പോകാൻ റെഡിയായതിനു ശേഷം ഞാൻ ആൻറ്റിയുടെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. സുമാൻറ്റി. ആ, എന്താ മോള് രാവിലെ തന്നെ? ഒന്നുമില്ല, ഇവിടെ പത്രം ഇട്ടിട്ടുണ്ടോ? ആഹാ, പത്രം വായിക്കാൻ വന്നാ നീ? ദേ ടേബിളിൻ്റെ മുകളിലുണ്ട്. മോൾ ഇവിടെ ഇരിക്കേ, ആൻറ്റി ഇപ്പോൾ വരാം. അവിടെ കുറച്ച് പണിയുണ്ട്. അവന് ഇപ്പോൾ വരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ഓ, അത് കുഴപ്പമില്ല, ആൻറ്റി പൊക്കോ, ഞാനിവിടെ ഇരുന്നോളാം. അപ്പം ആശാൻ എണീറ്റിട്ടുണ്ട്. വീട്ടിൽ പത്രം ഇടുന്ന ഞാൻ ഇന്ന് നേരത്തെ എണീറ്റതങ്ങ് പൊക്കി. ഇങ്ങോട്ട് വരാൻ വല്ല കാരണവും വേണ്ടേ? പത്രത്തിൻ്റെ ഫസ്റ്റ് പേജ് മാത്രം വായിക്കുന്ന ഞാൻ ഇന്ന് ആ പത്രം മുഴുവനിരുന്ന് തിന്നു. ഒരു കാര്യമില്ല, അങ്ങേരുടെ പൊട്ടി പോലും കാണുന്നില്ല. ഇനി ഞാൻ വരുന്നെങ്ങാനും മണത്തറിഞ്ഞോ? പോലീസ് നായക്കുവരെ മണം പിടിക്കുക ഇയാളായിരിക്കോ പോകുന്നുണ്ടാവുക? ആരോ സ്റ്റെപ്പ് ഇറങ്ങുന്ന സൗണ്ട് കേട്ടപ്പോഴേ ഞാൻ വീണ്ടും പത്രം തിന്നാൻ തുടങ്ങി. ആള് നമ്മുടെ പൂജാരി തന്നെയാണെന്ന് ഞാൻ ഇടങ്ങണിട്ട് നോക്കി ഉറപ്പുവരുത്തി. പിന്നെ ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്നും പറഞ്ഞങ്ങിരുന്നു. എന്നെ കണ്ടതും പുള്ളിക്കാരൻ തിരിഞ്ഞോടുന്ന് ഞാൻ കൺകോണിലൂടെ കണ്ടു. പാവം, ഒരു ഗതികേട്. 10 മിനിറ്റ് കഴിഞ്ഞും പുള്ളി ഇറങ്ങി വരുന്നൊന്നും കാണുന്നില്ല. ഇനി അതുവഴി എങ്ങനെ ഇറങ്ങി ഓടിയോ? അപ്പോഴേക്കും ആ അടുക്കളയിൽ നിന്ന് വന്ന് ഹാജർ വെച്ചു. ഇനി ഇവിടെ നിന്നാൽ ശരിയാവൂല. ഞാൻ മെല്ലെ പോവാനൊരുങ്ങി. സുമാൻറ്റി, എന്നാ ഞാൻ പോയി. നീ പോവാണോ മോളെ? ആ, കോളേജിൽ പോകാൻ സമയമായി. ഭക്ഷണം കഴിച്ചിട്ട് പോവാടി. വേണ്ട, ഞാൻ കഴിച്ചു. ആ, എന്നാ മോള് പോയി വാ. പോവാനൊരുങ്ങുമ്പോൾ ചുമ്മാ നിഴലിനൊക്കെ കണ്ടൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ദേ ആശാൻ കൂളിംഗ് ഗ്ലാസും വെച്ചുകൊണ്ട് ഇറങ്ങി വരുന്നു. ഇങ്ങേർക്ക് ഇത് എന്തു പറ്റി ഈശ്വര? ആന്റിയും ഞെട്ടിത്തരിച്ച് നിൽക്കുവാണ്. ഇതെന്താടാ പുതിയ പരിഷ്കാരമൊക്കെ? അത് കണ്ണിലൊരു കരട് പോയി. കണ്ണ് പഴുത്ത് ചീഞ്ഞിരിക്കുകയാണ്, ഗ്ലാസ് മാറ്റിയാൽ. എന്നെ നോക്കിയാണ് പറച്ചില്. എന്നിട്ട് ആ കഴുകിക്കളയ ഗ്ലാസും വെച്ചുകൊണ്ട് നടക്കുവാണോ? നിനക്ക് എന്താ ചെക്ക, ഭ്രാന്താണോ? കഴുകി, പക്ഷെ പോകുന്നില്ല. നീ ആ ഗ്ലാസ് ഒന്ന് ഊരിയേ, ഞാനൊന്ന് നോക്കട്ടെ. ഈ അമ്മയ്ക്ക് ഇതെന്താ, വല്ലതും തിന്നാന്താ? എനിക്ക് പോകാൻ ടൈമായി. അല്ലേടാ, ആ കരടും വെച്ചോണ്ടിരുന്ന നിന്റെ കണ്ണിന് വല്ല ഇൻഫെക്ഷനും വരും. അത് ഞാൻ നോക്കിക്കോളാം. ഇപ്പൊ എനിക്ക് വല്ലതും തിന്നാന്താ? ഇതൊരു വൃത്തികെട്ട കരടാ. ഇന്നലെ രാവിലെ എങ്ങാണ്ട് പോയതാ. കഴുകിയിട്ടൊന്നും അങ്ങോട്ട് പോകുന്നില്ല.
അള്ളിപ്പിടിച്ചിരിക്കുക ശവം. അതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. കാണിച്ചിരടാ. കരടാണെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. നല്ലെണ്ണയോ കടുകെണ്ണയോ കടലെണ്ണയോ ഏതെണ്ണയാലും കുഴപ്പമില്ല. അല്ല പിന്നെ നാട്ടിലെ മികച്ച നാളികേരങ്ങളിൽ നിന്നും തയ്യാറാക്കുന്ന 100% പ്യൂർ കൊക്കോനട്ട് വെളിച്ചെണ്ണ. അങ്ങേരെന്നെ കലിപ്പിച്ച നോക്കി. ഈ കുട്ടി പിശാചെന്താ ഇവിടെ? അവള് പത്രം വായിക്കാൻ വന്നാടാ. എന്നാ പോയി ആൻറ്റി. ആ മോള് പോയി വാ. അങ്ങേര് വേറെ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ഞാൻ സ്കൂട്ടായി. വൈകുന്നേരം വരുമ്പോഴും ഗ്ലാസും വെച്ചുകൊണ്ടാണ് വന്നത്. പിന്നെ കുറച്ച് ദിവസത്തേക്ക് അങ്ങനെ തന്നെയായിരുന്നു. ഇത് കുളിക്കുമ്പോഴെങ്കിലും ഊരുന്നുണ്ടോ എന്തോ. പിന്നെ ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട് ആൻറ്റിയുടെ വീട്ടിലേക്ക് പോയതേയില്ല. ഇന്ന് കോളേജില്ല, പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആൻറ്റിയുടെ വീട്ടിലേക്ക് നടന്നു. ഉച്ചയായതുകൊണ്ട് അങ്ങേരെ അവിടെ ഉണ്ടാവില്ല. ഒരു ബുക്ക് എടുത്ത് പോരാം, വെറുതെ ഇരുന്നിട്ട് ബോറടിക്കുന്നു. ആൻറ്റി, ആ കുറേ ദിവസമായാലും നിന്നെ ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട്. ക്ലാസ് ഉണ്ടായിരുന്നു ആൻറ്റി. ഞങ്ങൾ കുറേ നേരം കത്തിവെച്ചിരുന്നു. പിന്നെ ഞാൻ മെല്ലെ ആൻറ്റിയോട് പറഞ്ഞിട്ട് മുകളിലേക്ക് കയറി. എൻ്റെ അമ്മോ, ആ യൂണിഫോം അവിടെ ഇരിപ്പുണ്ട്. ഞാൻ ആ ഭാഗത്തേക്കേ പോയില്ല. ഒരു ഷെൽഫ് നിറയെ ബുക്കാണ്. ഈ കാട്ടുപോത്തിൻ്റെ ഉള്ളിലൊരു വായനക്കാരനൊക്കെ ഉണ്ടോ? എവിടെ? ചുമ്മാ ഷോക്ക് വെച്ചതാവും. ബുക്ക് നോക്കുന്നതിൻ്റെ ഇടയിലാണ് ബുള്ളറ്റിൻ്റെ സൗണ്ട് കേട്ടത്. ഈശോയെ, അങ്ങേരുകാരാണോ? ആണെങ്കിൽ ഞാനിന്ന് ക്ലോസ്. ഞാൻ പെട്ടെന്ന് ജനലിൻ്റെ കർട്ടൻ മാറ്റി താഴേക്ക് നോക്കി. ദേ പുലി ബൈക്കിൽ വരുന്നു. അങ്ങേരുടെ കയ്യിലെങ്ങാനും കിട്ടിയ പിക്ചർ അഭി ബാക്കി ഹേ. കയ്യിൽ കിട്ടിയ ബുക്കൊക്കെ എങ്ങനെയൊക്കെയോ വാരി ഷെൽഫിൽ കുത്തി നിറച്ച് ഞാൻ ചാടി റൂമിന്റെ പുറത്ത് കിടന്നു. ഓടി സ്റ്റെപ്പ് ഇറങ്ങി താഴെ എത്തിയതും ആരെയോ ഇടിച്ച് താഴെയിട്ടത് ഒരുമിച്ചായിരുന്നു. തിരുപ്പതിയായി മക്കളെ, തിരുപ്പതിയായി. ദേ കിടക്കുന്നു താഴെ. ഞാനല്ല കേട്ടോ, ഞാൻ സേഫാ. പക്ഷെ ഇനി ഇവിടെ നിന്നാ പൂജാരി എന്നെ ഇടിച്ച് പേസ്റ്റാക്കി പല്ലു തേക്കും. അപ്പൊ വീണതാരാന്ന് പറയണ്ടല്ലോ അല്ലേ? പിന്നെ ഒരു ഓട്ടായിരുന്നു. മാരത്തോണ്ട് പോലും ആൾക്കാർ ഇങ്ങനെ ഓടൂല. കാരണം ഇത് ജീവൻ മരണ പോരാട്ടാ. ഇപ്പൊ ഓടിയില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിതത്തിൽ ഓടേണ്ടി വരികയില്ല. പിന്നെ 2 ദിവസം ഞാൻ ആ വീടിന്റെ നിഴൽ പോലും ചവിട്ടാൻ പോയില്ല. അടി അലർജി ആയതുകൊണ്ടാണ്, അല്ലാതെ പേടിച്ചിട്ടൊന്നല്ല. ഈ അമ്മക്കൊന്നും തീരെ ഉത്തരവാദിത്തമില്ല. എന്നെ ടൈമിന് വിളിച്ചിരുന്ന് ഞാനിപ്പോൾ കിടന്നിങ്ങനെ ഓടേണ്ടി വരും. ഇനി ആ മിസ്സിന്റെ വായിരിക്കുന്ന മുഴുവൻ ഞാൻ കേൾക്കേണ്ടി വരും. അശ്വതി പോയി കാണും. ഇനി ജയ്ഹിന്ദാണുള്ളു. ആ 10 മിനിറ്റ് കഴിഞ്ഞ് വരും. അതിനു മുമ്പ് അവിടെ എത്തണം. പെട്ടെന്നാണ് ആരോ എൻ്റെ കയ്യിൽ കയറി പിടിച്ച്. ആരാന്ന് കാണാൻ വയ്യ. കാരണം കൈ പുറകോട്ട് ഒടിച്ച് പിടിച്ച് വെച്ചിരിക്കുകയാണ്. ഞാൻ അലറാൻ തുടങ്ങിയപ്പോഴേക്കും എൻ്റെ വാകേറി പൊത്തി. ഒച്ച വെച്ച കൊന്നുകളയുമ്പുലേ. ഹാവു, ഇപ്പോഴാണ് ആശ്വാസമായത്. ഇത് നമ്മുടെ പൂജാരിയാണ്. ഞാൻ വെറുതെ ടെൻഷൻ അടിച്ച്. കൈ വേദനിക്കുന്ന മനുഷ്യ വിട്ട്. ആ കുറച്ച് വേദനിക്കട്ടെ. എന്നെ ഇടിച്ചു തള്ളിയിട്ടപ്പോ എനിക്കും വേദനിച്ചിരുന്നു. അത് ഞാൻ അറിയാതെ പറ്റിപ്പോയതല്ലേ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലടി ഊളെ എന്റെ റൂമിൽ കയറിയതെന്ന്. നീ മോഷ്ടിക്കാൻ കയറിയതിലടി കള്ളി. ആ പിന്നെ നീ ഇത് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, എടുത്തോണ്ട് പോരാൻ. ദേ എന്നോട് തർക്കുത്തരം പറഞ്ഞാലുണ്ടല്ലോ കാലയമാരി നിലത്തടിച്ച് ചുരുട്ടിക്കൂടി കളഞ്ഞാൻ. ഈശ്വര, ഇതുവഴി ഇങ്ങ് ആരും വരുന്നില്ലല്ലോ. ഈ വെട്ടുപോത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ എന്റെ ജയ്ഹിന്ദ് പോയി കാണും. ഞാൻ മോഷ്ടിക്കാൻ കയറിയതൊന്നല്ല, ഒരു ബുക്ക് എടുക്കാൻ കയറിയതാ. അവസാനം ആയുധം വെച്ച് കീഴടങ്ങാൻ തീരുമാനിച്ചു. നിന്റെ ബുക്ക് എന്റെ റൂമിലാണോ വെച്ചേക്കുന്നത്? എന്റെ ബുക്കല്ല, അവിടെ ഷെൽഫിൽ വെച്ച ബുക്ക്. ഓഹോ അത് ശരി. എന്റെ ബുക്ക് എന്നോട് ചോദിക്കാതെ എടുത്താ പിന്നെ അത് മോഷണലടി കുരുപ്പേ. ചോദിക്കാതൊന്നല്ല, ഞാൻ ആന്റിയോട് ചോദിച്ചിട്ടുണ്ട്. ഇനി നീ എന്റെ വീട്ടിൽ കയറോ? ഇല്ല. നിന്നെ അങ്ങാൻ ഞാനിനി ആ വഴി കണ്ട. ഈ കൈ ഇനി ഒന്നിനും പറ്റും തോന്നുന്നില്ല. ഇങ്ങനെ അമ്മിക്കലാണ് ഉരുട്ടി വിഴുങ്ങുന്നത്. കാലപാട് നിന്ന് പിറുപിറുക്കാൻ ക്ലാസ്സിൽ പോടി. മിണ്ടാ പോകുന്നതാണ് ആരോഗ്യത്തിന് നല്ലതെന്നുകൊണ്ട് ഞാൻ വായടച്ച് പിടിച്ച്. ചുമ്മാ തിരിഞ്ഞു നോക്കിയപ്പോൾ ദേ അങ്ങേര് തിരിച്ചു പോണു. അപ്പൊ എന്നെ ദ്രോഹിക്കാൻ വേണ്ടി മാത്രം വന്നതാ കാലപാടൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ ബുള്ളറ്റിന്റെ സൗണ്ട് കേട്ടു. തിരിഞ്ഞു നോക്കാൻ നിന്നില്ല. ഇത് അങ്ങേര് തന്നെയാവും. ഊഹം തെറ്റിയില്ല, ആശാൻ തന്നെയാ. ഇന്ന് കൂളിംഗ് ഗ്ലാസ് ഇല്ല, പകരം നല്ല അസല് ചിരി ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് തിരുമോന്തയിൽ. കൈ വേദനിച്ചിട്ട് വയ്യ. ജയ്ഹിന്ദ് പോയി ഒരുവിധം അടുത്ത ബസ് പിടിച്ച് ക്ലാസ്സിലെത്തി. ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. മിസ്, ഓ നീ നാളത്തെ ക്ലാസ്സിന് വേണ്ടി ഇന്ന് നേരത്തെ പോന്നാണോ ഡി കൊച്ചേ? മിസ് നല്ല അസല അച്ചായത്തിയാണ്, അതുകൊണ്ട് തക്കിന് യാതൊരുവിധ കുറവുമില്ല. നമ്മൾ സ്ഥിരം സ്ഥായി ഭാവം, അതായത് ഇളിച്ചങ്ങ് നിന്ന്. അല്ലെങ്കിലും നമ്മൾ ചെറിയ വീട്ടിലെ അമ്മാവനും വലിയ വീട്ടിലെ മരുമോനുമാണ്. വീട്ടിൽ 4 കാലുള്ള പുലിയാണെങ്കിലും നാട്ടിലും കോളേജിലും 3 കാലുള്ള പാവം ഞൊണ്ടി പൂച്ചയാണ്. നീ ഇന്ന് എളിക്കാണെങ്കിൽ കയറിയിരിക്കും കൊച്ചേ. അല്ലെങ്കിലും മിസ് പുറത്തിരുത്തി സൂചിപ്പിക്കൊന്നും ചെയ്യൂല, അകത്തിരുത്തി വെറുപ്പിക്കത്തേ ഉള്ളൂ.
ഞാൻ കയറിയിരുന്നു. ഇന്ന് കണി കണ്ടവനെ മനസ്സാവുന്ന സ്മരിച്ചു. അങ്ങേരുടെ മുഖത്ത് മിന്നിക്കളിച്ച വിജയഭാവം ആലോചിക്കുമ്പോൾ നെഞ്ച് നീറുന്നു. നാണക്കേടായി പോയി. പിന്നെ അവിടെ കിടന്ന് ഡയലോഗ് അടിച്ചിരുന്നെങ്കിൽ പല്ലില്ലാതെ നടക്കേണ്ടി വന്നേനെ. പോരാത്തതിന് പട്ടിണിയായി പോവുകയും ചെയ്യും. ഇന്ന് ഞാൻ ഏത് തെണ്ടിയാണ് എന്തോ കണി കണ്ടത്. സമയം 6:30 കഴിഞ്ഞ്. ഒരൊറ്റ ബസ്സിൽ കയറ്റുന്നില്ല. ആ ട്രീറ്റിന് പോകണ്ടായിരുന്നു. ക്ലാസ്സിലൊരുത്തിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന്. ഇത്ര ലേറ്റാവുമെന്ന് വിചാരിച്ചില്ല. അറിയെങ്കിൽ പോയില്ലായിരുന്നു. അമ്മയ്ക്ക് ഇന്ന് ഇത് മതിയാവും. ഓരോന്ന് ഓർഡർ ചെയ്തൊക്കെ കിട്ടി വന്നപ്പോഴേക്കും ലേറ്റായതാ. ഇടിവെട്ടിയവനെ പാമ്പ് പിടിച്ചെന്ന് പറഞ്ഞ പോലെ ഇന്ന് ബസ്സൊന്നും നിർത്തുന്നില്ല. ഹാവു, ഒരു ബസ് വരുന്നുണ്ട്. ഈശ്വര, നിർത്തിയാൽ മതിയായിരുന്നു. ദൈവമേ, ഞാൻ 5 രൂപ ഭണ്ഡാരപ്പെട്ടിയിൽ ഇട്ടോളാവേ. സിപ്പപ്പ് വാങ്ങാൻ വെച്ച പൈസ. എന്നാലും കുഴപ്പമില്ല. എൻ്റെ പ്രാർത്ഥന കൊണ്ട് എന്തോ ബസ് നിർത്തിയത് ഒരുവിധം വലിഞ്ഞു കയറി. ബസ് സ്റ്റോപ്പിൽ നിന്നും 15 മിനിറ്റ് നടക്കാനുണ്ട് വീട്ടിലേക്ക്. ഇന്ന് നടന്നിട്ടാണെങ്കിൽ നീങ്ങുന്നുമില്ല. ബുള്ളറ്റിൻ്റെ ശബ്ദം കേട്ടോ ഞാൻ തിരിഞ്ഞു നോക്കി. ഇത് അങ്ങേര് തന്നെയാണ്. അയ്യോ, നോക്കണ്ട, ഈ രാത്തു പറഞ്ഞാൽ വീട്ടി. ഞാൻ നടത്തത്തിൻ്റെ സ്പീഡ് കൂട്ടി. എവിടെയായിരുന്നു ഇത്രയും നേരം? ഞാൻ മുഖമുയർത്തി നോക്കിയതല്ലാതെ ഒന്നും പറയാൻ പോയില്ല. എന്തോ പറയും, ട്രീറ്റിന് പോയിന്നോ? അത് ഈ കാട്ടുപോത്തിനോട് നല്ല ശേലായി. ഞാൻ നിന്നോടാ ചോദിച്ച്. അതെനിക്കും അറിയാം. കാരണം ഇവിടെ ഞങ്ങൾ രണ്ടുപേരല്ല, വേറെ ആരുമില്ല. എന്നാലും ഞാനൊന്നും പറഞ്ഞില്ല. കേറിക്കോ. മീഴ്ചിങ്കാ കേറാൻ. എങ്ങോട്ട്? എന്റെ നെഞ്ചത്തോട്ട്. വാ തുറന്ന് ഈച്ച പിടിക്കാതെ ഇങ്ങോട്ട് കയറി വേണേ. ഞാനിങ്ങൂല്ല. അല്ല പിന്നെ ഇത്രയും ചാട പാടില്ല. ഈ പറഞ്ഞ മനസ്സിലാട്ടോ. അയ്യോ, നിന്നെ നിന്റെ പുറകിൽ പ്രതിഷ്ഠിച്ച് ലോകം ചുറ്റാൻ പൂതി ഉണ്ടായിട്ടൊന്നല്ല, അമ്മ പറഞ്ഞിട്ടാ. നിന്നെ ഇവിടുന്ന് എങ്ങാനും കളഞ്ഞിട്ടാ പെറുക്കിക്കൊണ്ട് ചെല്ലാൻ. പിന്നെ ഒന്നും നോക്കിയില്ല, കേറിയിരുന്നു. എന്തൊരു ജന്മ ഇതൊക്കെ. ഒന്ന് മാറ്റി പറഞ്ഞോണ്ട് പിശാചിനെ ചാടത്തെണ്ടി. ദേ, എന്റെ വണ്ടിയുടെ പുറകിൽ നിന്ന് പിറുവിറുത്താണ്ടല്ലോ, എടുത്ത് തോട്ടിലിടും ഞാൻ. അമ്മ പുറത്തന്നെ നിൽപ്പുണ്ട്. ഇന്നെന്റെ ചെവി തിന്ന് കൊല്ലും. എവിടെ ആയിരുന്നടി ഇത്രയും നേരം? ഒരടി കിട്ടേണ്ടതായിരുന്നു. ആന്റി വന്ന് പിടിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. അവര് കത്തിവെക്കുന്ന സമയം കൊണ്ട് ഞാൻ എസ്കേപ്പായി. ഡീ ഷാരി. ആ, എന്താ അമ്മേ? കറി വെക്കാൻ തക്കാളി ഇല്ല. ഇന്നലെ അച്ഛനോട് പറയാൻ മറന്നു. നീ പോയി സുമാനിന്റെ വീട്ടിൽ നിന്ന് 2 തക്കാളി മേടിച്ചോണ്ട് വാ. ഞാനോ? അല്ല, ഞാൻ വേറെ ആളെ വരുത്താം. 2 തക്കാളി മേടിച്ചോണ്ട് വരാം. പോയി വാങ്ങി വാടി. നിനക്കും അച്ഛനൊക്കെ പോണതിന് മുമ്പ് കറിയാവണ്ടേ? ആ കാലമാടൻ അങ്ങോട്ട് വന്നേക്കരുതെന്ന് പറഞ്ഞതാ. ഇനി അങ്ങേരെ മുമ്പിലെങ്ങാനും ചെന്ന് പെട്ടാ പെറുക്കി എടുക്കാൻ കൂടെ ഒന്നും കാണൂല. അതുകൊണ്ട് അടുക്കള വഴി പോവാം. സുമാൻറ്റി, സുമാൻറ്റി, ആൻറ്റി ഇവിടെ ഇല്ലേ? അടുക്കള വാതിൽ തുറന്നു കിടപ്പുണ്ട്. ഞാൻ അതുവഴി കയറി ഇടനാഴിൽ ചെന്നപ്പോൾ ആൻറ്റി മോനെ ഊട്ടുവാണ്. ഓ, കുത്തിക്കയറ്റി കൊട്. അലി തന്നെ അങ്ങേർക്ക് ആനയുടെ കരുത്താ. അന്ന് കൈക്ക് കയറി പിടിച്ചതിൻ്റെ വേദന ഇപ്പോഴും മാറിയിട്ടില്ല. ആൻറ്റി, ആ ഇതാരും മോളോ? വാ ഇരിക്ക്, ഭക്ഷണം കഴിക്കാം. ഞാൻ കുറച്ച് ദിവസമായി ഈ വഴി വന്നിട്ട്. അതാണ് ഈ സ്നേഹപ്രകടനം. അയ്യോ വേണ്ടായി, എനിക്ക് കുറച്ചു കാലം കൂടെ ജീവിക്കണം. ഞാൻ പൂജാരി ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു. അങ്ങേര് മൈൻഡ് പോലും ചെയ്തില്ല. ഇങ്ങേരൊന്നും മുള്ളുടിങ്ങി ചാവാൻ പോലും വഴിയില്ല. എന്താ? ഏയ് ഒന്നുമില്ല, തക്കാളി. ഞാൻ തക്കാളി വാങ്ങി വേഗം സ്ഥലം വിട്ടു. പിന്നെ 2-3 ദിവസത്തേക്ക് ഞാൻ ആ വഴി പോയതേയില്ല. ശനിയും ഞായറും പോലും. പേടിച്ചിട്ടൊന്നല്ല, കുറച്ച് തിരക്കിലായിരുന്നു. പിന്നെ ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ സിനിമ കാണാൻ പോയി. ഇന്നൊരു ബർത്ത്ഡേ ട്രീറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ പോയില്ല. ലേറ്റായി ശരിയാവില്ല. അതുകൊണ്ട് വീട്ടിൽ പോയി ഒറ്റക്കാണ്. വൈശാലി, ഇതാരണപ്പാ എന്നെ വൈശാലി എന്ന് വിളിക്കുക ഒരാൾ? ആരും അങ്ങനെ വിളിക്കാറില്ല, മിസ്സുമാരല്ലാതെ. തിരിഞ്ഞു നോക്കിയപ്പോൾ ഗൗതമാണ്. എൻ്റെ ക്ലാസ്മേറ്റാണ് പുള്ളി. എന്തേ? അല്ല, നീ ട്രീറ്റിന് പോയില്ലേ? ഇല്ല. എൻ്റെ ഭാഗ്യം. അയ്യ, അവൻ്റെ അവിഞ്ഞ ചിരി കണ്ടാൽ മതി. ഏയ് ഒന്നുമില്ല. നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? പറ, നോക്കാം. നോക്കാനൊന്നുമില്ല, അത്ര വലിയ പണിയൊന്നുമല്ല. നീ കാര്യം പറ. എനിക്ക് ഒരു റിങ് സെലക്ട് ചെയ്ത് തരുമോ? സരസ്വതിന് കൊടുക്കാനാ. സരസ്വ അവൻ്റെ ലവറാണ്, സരസ്വതി. ഞാനോ? പ്ലീസ് മുത്തേ, അവിടെ ബർത്ത്ഡേ വരുന്നുണ്ട്, അതിന് കൊടുക്കാനാ. എല്ലാവരും ട്രീറ്റിന് പോയി. എനിക്ക് വലിയ സെലക്ഷനൊന്നും ഇല്ല, അതാ. വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ലെങ്കിലും അവൻ ഇങ്ങനെ പറയുമ്പോൾ എങ്ങനെ പോവാതിരിക്കാൻ? പെട്ടെന്ന് പോകാൻ എനിക്ക് സമ്മതിച്ചോ? ഓ, അതൊക്കെ സെറ്റ്, നമുക്ക് പെട്ടെന്ന് പോരാ. ചെന്ന് നിന്ന് ജ്വല്ലറിയുടെ മുമ്പിലാണ്. ഇതെന്താ ഇവിടെ? സ്വർണത്തിൻ്റെ റിങ്ങാണ് എടുക്കുന്നത്? അല്ലടി, സിൽവർ റിങ്ങാ. അതിന് കുറേ പൈസ ആവൂലേ? ഇല്ലടി, 1000 മതിയാവും. അവസാനം നാണം കേടുവോ? ഇല്ലടി, ഞാൻ അന്വേഷിച്ചതാ, 1000 മതി. ഞങ്ങൾ രണ്ടും കൂടെ കയറി കുറേ തിരഞ്ഞു, പക്ഷെ നല്ല സെലക്ഷൻസ് ഒന്നും ഇല്ല. അവസാനം അവൻ പിന്നെ വാങ്ങിച്ചോളാൻ തീരുമാനിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി.
ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആരോ പുറകിന്ന് വിളിച്ചു. ഞങ്ങൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ജ്വല്ലറിയിലെ സെയിൽസ്മാനാണ്. നിങ്ങളെ മാനേജർ വിളിക്കുന്നു. എന്തിന്? അറിയില്ല, വാ പെട്ടെന്ന് പോരാ. എന്തിനാണെന്നറിയില്ലേലും ഞങ്ങൾ കൂടെ പോയി. അവിടെ ചെന്ന് കാര്യം അറിഞ്ഞപ്പോൾ അങ്ങ് പാതാളത്തിലോട്ട് പോയാൽ മതിയെന്നായി. അവിടുന്ന് ഒരു മോതിരം മോഷണം പോയി. ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷമാണ് കാണാതായത്. ഞങ്ങൾ എടുത്തു എന്ന് അവർ പറയുന്നു. പോയത് സ്വർണ്ണമോതിരാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് കയ്യും കാലും വിറക്കാൻ തുടങ്ങി. ഞങ്ങൾ സ്വർണ്ണമോതിരം നോക്കിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ടൊന്നും അവർ കേൾക്കുന്നില്ല. കാരണം ആ ബോക്സ് ഓപ്പ് അവിടെ ഉണ്ടായിരുന്നു. അതെനിക്ക് ഓർമ്മയുണ്ട്. അവസാനം CCTV നോക്കാമെന്ന് ഗൗതം പറഞ്ഞു. അപ്പോൾ കുറച്ച് സമാധാനമായെങ്കിലും തങ്ങളെ രക്ഷിക്കാൻ മാത്രം അതിലൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് മുമ്പേ വന്നു പോയവർ അത് എടുത്തിട്ടില്ല എന്ന് അതിൽ നിന്ന് വ്യക്തമായി തെളിയുന്നുണ്ട്. ഞങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ അവിടെ ആരും ഇല്ലായിരുന്നു. ഞങ്ങൾ അടുത്തുനിന്ന മനുഷ്യൻ പുറത്തോട്ട് പോയി. പകരം വേറൊരാൾ വന്നു. ആ ഒരു ഗ്യാപ്പിൽ ഞങ്ങൾക്ക് എടുക്കാം എന്നാണ് അവർ പറയുന്നത്. പുറത്തേക്ക് പോയ മനുഷ്യനെ സംശയിക്കാനും വയ്യ. അത് ഇതിൻ്റെ ഉടമസ്ഥയിലെ ഒരാളാണ്. ഞങ്ങളുടെ ബാഗൊക്കെ അവർ പരിശോധിച്ചു. നാണക്കേട് കാരണം ചത്താ മതിനായി എനിക്ക്. അവൻ്റെ കൂടെ പോരാൻ തോന്നിയ നിമിഷത്തെ ഞാൻ മനസ്സാ ശപിച്ചു. പക്ഷെ അവനും നിസ്സഹായനായിരുന്നു. അപ്പോഴേക്കും പോലീസുകാർ വന്നു. അവരെ കൂടെ കണ്ടപ്പോൾ നെഞ്ചിരിപ്പിൻ്റെ ശബ്ദം കേട്ട് എനിക്കിപ്പോൾ അറ്റാക്ക് വരുന്ന അവസ്ഥയായി. ഞാൻ കണ്ണുകൊണ്ട് പൂജാരിയെ തിരഞ്ഞു. പക്ഷേ പൂജാരി ആ കൂട്ടത്തിലില്ലെന്ന് എനിക്ക് ചെറിയൊരു ആശ്വാസം നൽകി. അവർ തിരിച്ചും മറിച്ചും ചോദിച്ചു. എടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുത്താൽ മതി, കേസൊന്നും ആക്കൂല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ എന്ത് ചെയ്യാൻ? അവസാനം ആ പൈസ കോന്നും കൊടുക്കാൻ നേറ്റു. അതോടെ അവർ ഉറപ്പിച്ചു എടുത്തത് ഞങ്ങളാണെന്ന്. അവസാനം സ്റ്റേഷനിൽ പോകാമെന്നായി. കാരണം കടയിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്റ്റേഷൻ എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് തലകറങ്ങാൻ തുടങ്ങി. ജീപ്പിൽ കയറിയിരിക്കുമ്പോൾ നാണക്കേടും അതോടൊപ്പം ഭയവും എന്നെ വന്ന് പൊതിഞ്ഞു. വീട്ടിലറിഞ്ഞാലുള്ള അവസ്ഥ ആലോചിക്കുമ്പോൾ തന്നെ നെഞ്ചിലൂടെ ഒരു കൊള്ളിയാൻ മിന്നുന്നു. ഞാനത് മോഷ്ടിച്ചതെന്ന് അച്ഛനും അമ്മയും ഒരിക്കലും വിശ്വസിക്കില്ല. പക്ഷേ ഇതുവരെ ഒന്നും നുള്ളി നോവിച്ചിട്ട് കൂടെ ഇല്ലാത്ത അച്ഛന് ഞാൻ ഇന്നത്തോടു കൂടി ഒരു അപമാനമാവും. മാധവൻ നായരുടെ മോൾക്ക് മോഷ്ടിക്കേണ്ട ആവശ്യമില്ലെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ കേട്ടത് വിശ്വസിക്കുന്ന ഈ കാലത്ത് ഇതിൻ്റെ സത്യം തേടി ആരും പോവില്ല. എല്ലാവരുടെ മുമ്പിലും ഇന്നു മുതൽ ഞാനൊരു കള്ളിയാവും. കള്ളിയെ കാണാൻ വന്ന സബ് ഇൻസ്പെക്ടർ ഒന്ന് ഞെട്ടിയെന്ന് ആ കണ്ണിലൂടെ ഞാൻ വായിച്ചെടുത്തു. പൂജാരിയോട് ഗൗതം എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷേ ആ കണ്ണുകൾ എൻ്റെ മുഖത്താണ്. ആ മുഖം നിറയെ എന്നോടുള്ള പുച്ഛമാണ്. ഞാൻ തലതാഴ്ത്തി നിന്നതേയുള്ളൂ. എൻ്റെ നാവും മനസ്സൊക്കെ ചത്ത് കിടക്കുകയായിരുന്നു. നീ എന്തിനാ ജ്വല്ലറി പോയത്? എന്നോടാണ്. ഞാനൊന്നും പറഞ്ഞില്ല. ആ മുഖത്തേക്ക് നോക്കാനുള്ള ശക്തി പോലും എനിക്കില്ലായിരുന്നു. നിന്നോടാ ചോദിച്ചത്? അതിന് ഞാൻ തലാഴ്ത്തി നിന്നേയുള്ളൂ. ഇവൻ നിന്റെ ആരാ? ക്ലാസ്മേറ്റാ. ക്ഷയിച്ച് കിടക്കുന്ന അവനെ ഒരുവിധം ഞാൻ തട്ടി ഉണർത്തി. കാരണം ഇനിയും വേണ്ടിയില്ല, അങ്ങനെ എന്നെ ചവിട്ടി കൂട്ടും. നിങ്ങളെന്തിനാ ജ്വല്ലറി പോയത്? റിങ് മേടിക്കാൻ. നിനക്ക് റിങ് മേടിച്ചാൽ ഇവൻ നിന്റെ ആരാടി? ഞാനൊന്നും പറഞ്ഞില്ല. കണ്ട ചെക്കന്മാരുടെ കൂടെ നാട് തണ്ടി നടന്നോണം. ക്ലാസ് കഴിഞ്ഞാൽ നേരെ വീട്ടിൽ പോയ പോലെ നിനക്ക് ആരാന്റെ മോതിരം മോഷിക്കാൻ നടക്കണോ? ആത്മാവിലൊരു കുത്തേറ്റതുപോലെ പൊളഞ്ഞുപോയി ഞാൻ. പതിയെ എൻ്റെ കണ്ണുകൾക്ക് ജീവൻ വെച്ച് കണ്ണ് ആർത്തിരമ്പി പെയ്യാൻ തുടങ്ങി. ഇത്രയും നേരം പിടിച്ചു നിന്ന് രക്ഷപ്പെടുമെന്ന മനസ്സിൻ്റെ മന്ത്രണത്തിലാണ്. ഇയാൾ രക്ഷിക്കുമെന്ന് മനസ്സ് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ആശ്രയത്തിൻ്റെ അവസാന നാളും അണഞ്ഞു. കളിയായി ജീവിക്കുന്നതിലും ഭേദം മരിക്കുന്നതാണ്. ഭൂമി പിളർന്നങ്ങ് താഴേക്ക് പോവാൻ എൻ്റെ മനസ്സ് വെമ്പി. ജ്വല്ലറിയുടെ ഓണറും ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്ന അയാളും സ്റ്റേഷനിലേക്ക് കയറി വരുന്ന ഞാൻ മങ്ങിയ കാഴ്ചയിൽ കണ്ടു. റിങ് കിട്ടിയെന്ന് അയാൾ പറഞ്ഞപ്പോൾ അയാൾ കിട്ടുന്ന പൊട്ടിക്കാനാണ് തോന്നിയത്. ഞാൻ പതിയെ പൂജാരിയുടെ മുഖത്തോട്ടും നോക്കി. എന്നെ മൈൻഡ് ചെയ്യാൻ നിൽപ്പാണ്. ജ്വല്ലറിയുടെ ഓണറെ പൊരിച്ചെടുക്കുന്നുണ്ട്. അയാൾ 1 മിനിറ്റിൽ 100 സോറിയൊക്കെ പറയുന്നുണ്ട്. അയാൾ ഞങ്ങളോടും വന്ന് സോറി പറഞ്ഞു. ഉള്ളിലൊരു ആശ്വാസമുണ്ടെങ്കിലും ആ വിറയിൽ ഇതുവരെ എന്നെ വിട്ട് പോയിട്ടില്ല. ഇതുവരെ അനുഭവിച്ച മാനസിക സംഘർഷം കെടുത്താൻ ഈ വാക്കുകളൊന്നും പോരാ. പക്ഷെ ഞാനൊന്നും പറഞ്ഞില്ല അയാളോട്. മനസ്സ് മുഴുവൻ ദേഷ്യമായിരുന്നു. എങ്കിലും ഞാൻ മൗനത്തെ കൂട്ടുപിടിച്ചു. തന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു ഞങ്ങളല്ലാന്ന്, എന്നിട്ട് അവസാനം ഒരു സോറി പറഞ്ഞാൽ എല്ലാം തീരുവോ? ഗൗത അയാളോട് തട്ടിക്കേറി. ഈശ്വര, ഇനി ഇതിൻ്റെ പേരിൽ അങ്ങനെ പിടിച്ചകത്തിടുവോ? എനിക്കതായിരുന്നു പേടി. അയാൾ പിന്നെ എന്തൊക്കെയാ പറയുന്നുണ്ട്. ഞാൻ കണ്ണുകൊണ്ട് ഗൗതമിൻ്റെ കാല് പിടിച്ചു ഒന്നും പറയരുതെന്ന്. പിന്നെ അവനൊന്നും പറഞ്ഞില്ല. ആ റിങ്ങിൻ്റെ കല്ല് പോയിട്ട് അത് റെഡിയാക്കാൻ വേണ്ടി കൊടുത്തതായിരുന്നു. ഞങ്ങളുടെ അടുത്തുനിന്ന് ആ മനുഷ്യനാണ് ഈ പണി ഒപ്പിച്ചത്. അങ്ങേരെ ആരാണ്ട് വിളിച്ചപ്പോൾ അയാൾ ഇറങ്ങി പോവുകയും ചെയ്തു. അതാണ് ഒരു കൺഫ്യൂഷൻ വരാൻ കാരണം. ഞങ്ങളെ അവർ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. ഗൗതം അയാളെ കൂർപ്പിച്ചെന്ന് നോക്കിയതേയുള്ളൂ. ഞങ്ങളോട് പൊക്കോളാൻ പറഞ്ഞു. ഞാനും ഗൗതവും പോവാനിറങ്ങി. അപ്പോഴാണ് ഞാൻ സമയം ശ്രദ്ധിക്കുന്നത്. നേരെ ഇരുട്ടിയിട്ടുണ്ട്. ഈശ്വര, അമ്മയോട് എന്ത് പറയും? ഇവിടെ നടന്നെങ്ങാൻ പറഞ്ഞ അവൻ്റെ കൂടെ പോയതിനാവും ആദ്യം അടി കിട്ടുന്നത്. ഞാൻ ഗൗതമിനെ നോക്കി. ഞാൻ വരാം, വീട് വരെ. വീട്ടിൽ വരുന്നതിലും കാരണം പറയാം, വാ.
എൻ്റെ മനസ്സ് വായിച്ചിട്ടെന്ന പോലെ അവൻ പറഞ്ഞു. ഞങ്ങൾ നടന്ന് പകുതി എത്തിയപ്പോൾ തന്നെ ബുള്ളറ്റിൻ്റെ സൗണ്ട് ഞാൻ കേട്ടു. എനിക്ക് എന്തെന്നില്ലാതെ ദേഷ്യം തോന്നി അങ്ങേരോട്. മനസ്സിലുള്ള അയാളുടെ പ്രതിബിംബം നിറയെ വെറുപ്പ് വന്ന് നിറഞ്ഞു. അടി കൂടുമ്പോൾ കള്ളി എന്നൊക്കെ വിളിക്കുന്നത് വെറുതെ തമാശക്കാണെന്നാണ് ഞാൻ കരുതിയത്. ഉള്ളിലൊരു ഇഷ്ടമുണ്ടെന്നാണ് കരുതിയത്. അയാളെ കാണാനും തല്ലുകൂടാനും വേണ്ടി തന്നെയാണ് ആൻറ്റിയെ കാണാനെന്നും പറഞ്ഞ് അവിടെ കയറി ഇറങ്ങിയത്. പക്ഷെ അയാൾക്ക് നമ്മളോടൊരു ഇഷ്ടവുമില്ല, ഒരു മണ്ണാങ്കട്ടയും ഇല്ല. രക്ഷിക്കേണ്ടിയിരുന്നില്ല. പക്ഷെ എന്നൊന്ന് വിശ്വസിക്കാമായിരുന്നു. ഇഷ്ടം കാണിച്ചില്ലെങ്കിലും കുറച്ച് സഹതാപമൊക്കെ കാണിക്കായിരുന്നു. അയാളുടെ മനസ്സിൽ നമ്മളൊരു കള്ളിയുടെ ലേബിലാണ് നിൽക്കുന്നതെന്നറിയാൻ വൈകിപ്പോയി. വൈക്ക് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. എന്തോ പറയാനാണെന്ന് എനിക്കറിയാം. പക്ഷെ അതെന്ത് തന്നെയായാലും എനിക്ക് കേൾക്കണ്ട. അതുകൊണ്ട് ഞാൻ വഴിമാറി നടന്നു. വണ്ടിയും കൊണ്ട് പിന്നെ എൻ്റെ അടുത്ത് വന്ന് എനിക്ക് കുറുകെ നിർത്തിയിട്ടു. മനസ്സിലിപ്പോൾ സങ്കടത്തിനും ഇഷ്ടത്തിനും പകരം ദേഷ്യമായതുകൊണ്ട് ഞാൻ ധൈര്യമായി തന്നെ അങ്ങനെ ഫേസ് ചെയ്തു. ഞാൻ വീട്ടിലേക്കാ, കയറിക്കോ. ഒന്ന് നോക്കിയതല്ല, ഞാനൊന്നും പറഞ്ഞില്ല. തിരിഞ്ഞടക്കാൻ ഒരുങ്ങി എൻ്റെ കയ്യിലൊരു പിടി വീണു. തിരിഞ്ഞു നോക്കാതെ തന്നെ എനിക്ക് ആളെ അറിയാം. ഞാൻ നടന്നു പോയിക്കോളാം, പോലീസുകാരൻ്റെ ബൈക്കിൻ്റെ പിന്നിൽ ഒരു കള്ളി കയറുന്നു, സാറിന് നാണക്കേടാവും എന്നും പറയാൻ തിരിഞ്ഞടന്നു. ഗൗതം കിളി പോയി നിൽക്കുന്നുണ്ട്. ഞാനൊന്നും പറയാൻ പോയില്ല. മുഖഭാവം കണ്ടിട്ടാവണം. അവനൊന്നും ചോദിച്ചുമില്ല. ബസ് കയറി വീട്ടിലെത്താനായപ്പോൾ തന്നെ കണ്ടു. കുറച്ച് മുമ്പിലായി ബൈക്കിൽ ചാരി നിൽക്കുന്ന പൂജാരിയെ. ഞാൻ മൈൻഡ് ചെയ്യാൻ നടന്നു. ഡേ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എന്താ നേരം വയ്യെന്ന് ചോദിച്ചാൽ നീ അവിടെ ചെന്ന് എന്തോ പറയും? പോലീസ് സ്റ്റേഷനിലായിരുന്നോ? വാ, ഞാൻ കൊണ്ടാക്കാം. സഹായം എനിക്ക് ഉപകാരപ്രദമാവുമെങ്കിലും എന്തോ സ്വീകരിക്കാൻ തോന്നിയില്ല. ഞാൻ നടന്നു തന്നെ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങേരും എന്നെ കടന്നുപോയി. വീടിൻ്റെ മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു കുട്ടൂസും അമ്മയും കൂടെ പൂജാരിയും. അങ്ങേരെന്തൊക്കെയോ പറയുന്നുണ്ട്. ആ ബസ് കേടായിരുന്നെങ്കിൽ നിനക്ക് വേറെ ബസ്സിൽ കയറി പോരായിരുന്നില്ലേ? അമ്മയാണ്. ഞാൻ അന്തിച്ച് നിന്നു. അമ്മ ഇതെന്തൊക്കെയായി പറയുന്നത്? എന്തായാലും അന്തരീക്ഷം വലിയ കുഴപ്പമുള്ളതല്ല. അതുകൊണ്ട് ഞാൻ വലിയ ഡെക്കറേഷൻ ഒന്നും കൊടുക്കാൻ പോയില്ല. മിണ്ടാതെ നിന്നേ ഉള്ളൂ. പിന്നെ അമ്മയുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി ഞാൻ വന്ന ബസ് കേടുവന്നുകൊണ്ടാണ് ഞാൻ ലേറ്റായതെന്നാണ് പൂജാരി ഇവിടെ പറഞ്ഞതെന്ന്. പുള്ളി വിളിച്ചിട്ട് ഞാൻ ബൈക്കിൽ കയറില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയോ കുളിച്ച് ഞാൻ വേഗം കയറി കിടന്നു. തീരെ വയ്യ. കണ്ണടക്കുമ്പോഴും തുറക്കുമ്പോഴൊക്കെ പോലീസ് സ്റ്റേഷനാണ് തെളിഞ്ഞു വരുന്നത്. രാവിലെ അമ്മ വന്ന് വിളിച്ചുണർത്തി. പക്ഷേ കോളേജിൽ പോകാൻ പേടിയാവുന്നു. ആരെങ്കിലും കണ്ടു കാണുമോ എന്ന് അറിയില്ലല്ലോ. ക്ലാസ്സിൽ പോവാതിരിക്കാൻ അമ്മയോടൊരു കുരുക്ഷേത്രം തന്നെ നടത്തേണ്ടി വന്നു. എന്തോ അന്ന് ഞാൻ പുറത്തോട്ടൊന്നും ഇറങ്ങിയതേയില്ല. പിന്നെ 2 ദിവസത്തേക്ക് ഞാൻ ക്ലാസ്സിൽ പോയില്ല. പഴയ ഉഷാറൊന്നും നിന്നെ കാണാത്തതുകൊണ്ട് അമ്മ പിന്നെ നിർബന്ധിച്ചുമില്ല. നീ വല്ല കുരുത്തക്കേട് ഒപ്പിച്ച് വെച്ചിട്ടുണ്ടോയെന്ന് അമ്മ ഇടയ്ക്കിടെ വന്ന് ചോദിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് 2-3 തവണ ഗൗതം വിളിച്ചിട്ടുണ്ടായിരുന്നു. വയ്യാത്തോണ്ടാണ് വരാത്തെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. പാവം, അവന് നല്ല സങ്കടമുണ്ട്. ഒരു തവണ വീട്ടിൽ വന്നായിരുന്നു എന്നെ കാണാൻ. ഭാഗ്യത്തിന് അമ്മയുടെ ഇല്ലായിരുന്നു. കുട്ടൂസിൻ്റെ സ്കൂളിൽ പോയതായിരുന്നു. അല്ലെങ്കിൽ പിന്നെ അത് മതിയാവും അമ്മക്ക്. 2 ദിവസമായിട്ട് അമ്മയ്ക്ക് എന്നെ ഭയങ്കര സംശയമാണ്. കാരണം ഞാനിങ്ങനെ വാടിക്കൊഴിഞ്ഞ് നിൽക്കാറില്ല. ഞാനും അവനും സംസാരിക്കുമ്പോൾ പൂജാരി അവിടുന്ന് ഏന്തി വലിഞ്ഞ് നോക്കുന്ന കണ്ട്. അപ്പോഴാണ് ഗൗതമിന് അന്ന് അങ്ങേരനോട് ബൈക്കിൽ കയറാൻ പറഞ്ഞ എന്തിനാന്ന് മനസ്സിലായത്. ഇന്ന് കോളേജിൽ പോയിരുന്നു. പ്രത്യേകിച്ചൊന്നും നടന്നില്ല. വീട്ടിൽ ചെന്നപ്പോൾ അമ്മയില്ല. എന്നെ കണ്ടപ്പോൾ ആൻറ്റി ഇറങ്ങി വന്നു. കുട്ടൂസ് സ്കൂളിൽ നിന്ന് വീണ് കാലിന് ചെറിയ പൊട്ടുണ്ട്. അമ്മയും അച്ഛനും അവിടെയാ. ആൻറ്റി എന്നെ നിർബന്ധിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കുറേയായി ഇവിടേക്ക് വന്നിട്ട് പൂജാരി അവിടെ നിന്ന് ചായ കുടിക്കുന്നുണ്ട്. ആൻറ്റി എന്നെ കുറേ നിർബന്ധിച്ചു ചായ കുടിക്കാൻ. ഞാൻ വേണ്ടാന്ന് പറഞ്ഞ് ഒഴിഞ്ഞു. തിരിച്ച് വീട്ടിൽ പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി നിന്നു. ആൻറ്റി തിരിച്ചു വിളിക്കാൻ വന്നപ്പോൾ ഞാൻ കുറേ പറഞ്ഞു ഇവിടെ നിന്നോളാന്ന്. ആൻറ്റി സമ്മതിച്ചില്ല. കൂടെ കൊണ്ടുപോയി നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിച്ചു. ഞാൻ വരുന്നത് കണ്ടപ്പോൾ തന്നെ പൂജാരി മുകളിലേക്ക് കയറിപ്പോയിരുന്നു. കുറച്ചുകൂടെ കഴിഞ്ഞ് അങ്കിൾ വന്നു. അങ്കിളിവിടെ അടുത്തൊരു ട്യൂഷൻ സെൻറ്ററിൽ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്. 10ാം ക്ലാസ്സുകാർക്ക് സ്പെഷ്യലായിട്ട് നൈറ്റ് ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞ് വരുവാണ് പുള്ളി. പൂജാരി സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ശബ്ദം കേട്ടപ്പോഴേ ഞാൻ അവിടെ നിന്ന് ന്യൂസ് പേപ്പർ എടുത്ത് വെറുതെ അതിലേക്ക് നോക്കിയിരുന്നു. അങ്ങേരെൻ്റെ അടുത്ത് വന്നിരുന്നപ്പോഴും ഞാൻ അറിഞ്ഞതായി ഭാവിച്ചില്ല. ആൻറ്റിയും അങ്കിളും അടുക്കളയിലാണ്. ആൻറ്റി അങ്കിളിന് ചായ കൊടുക്കുവാണ്. പുള്ളിക്ക് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് എനിക്ക് തോന്നി. പക്ഷേ ഞാൻ മൈൻഡ് ചെയ്യാൻ പോയില്ല. അതുകൊണ്ടാവണം പുള്ളി മുകളിലേക്ക് തന്നെ കയറിപ്പോയത്. അച്ഛൻ്റെ കാറിൻ്റെ സൗണ്ട് കേട്ടതും ഞാൻ ചാടി എണീറ്റു. പോവാൻ റെഡിയായി നിൽക്കുമ്പോൾ ഇന്ന് നീ ചോദിച്ച ബുക്ക് എന്ന് പറഞ്ഞ് പൂജാരി എൻ്റെ കയ്യിലൊരു ബുക്ക് കൊണ്ട് തന്നു. ആൻറ്റിയും മംഗളുമുള്ളതുകൊണ്ട് ഞാൻ മറുത്തൊന്നും പറയാതെ ബുക്ക് വാങ്ങി കയ്യിൽ പിടിച്ചു. അതിലെന്തോ എഴുതിയിട്ടുണ്ടാവുമെന്ന് ഞാൻ ഊഹിച്ചു. കുട്ടൂസിന് വലിയ കുഴപ്പമൊന്നുമില്ല. ചെറുതായിട്ടൊരു ഉളുക്കുണ്ട്. അതിന് പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. ഞാൻ വേഗം റൂമിൽ ചെന്ന് ബുക്ക് എടുത്ത് നോക്കി. ബുക്ക് അരിച്ചു പെറുക്കിയിട്ടും ഞാൻ അതിലൊന്നും കണ്ടില്ല. പിന്നെ എടുത്തു നോക്കി. അതിലൊരു തേങ്ങയുമില്ല. അയാളെന്നെ വടിയാക്കിയതാ കാലമാടൻ. എന്തായാലും തന്നല്ലേ, ഇനി വായിച്ചിട്ട് കൊടുക്കാം.
പിന്നെ എല്ലാം പഴയതുപോലെയായി. ഇനി അങ്ങേര് ആ ബുക്കും ചോദിച്ച് വരാൻ ഒരു അവസരം ഉണ്ടാക്കേണ്ട. അതുകൊണ്ട് ഞാൻ ആ ബുക്കും കൊണ്ട് ആൻറ്റിയുടെ വീട്ടിലേക്ക് നടന്നു. വൈകുന്നേരം ആയതുകൊണ്ട് അങ്ങേര് അവിടെ ഉണ്ടാകും. പക്ഷേ ഞാൻ പേടിക്കേണ്ടതില്ല. ഞാൻ ചോദിച്ചു വാങ്ങിയതൊന്നല്ലല്ലോ, എനിക്ക് തന്നതല്ലേ. ഞാൻ ആൻറ്റിയെ കുറേ വിളിച്ചു. ആരും വിളി കേൾക്കാത്തതുകൊണ്ട് ഞാൻ ഉള്ളിലേക്ക് കയറി ചെന്ന് നോക്കുമ്പോൾ ആൻറ്റി നല്ല ഉറക്കമാണ്. ഇനി ഞാനായിട്ട് വിളിച്ചിനോത്തുണ്ടെന്ന് കരുതി ഞാൻ മെല്ലെ സ്റ്റെപ്പ് കയറി മുകളിൽ ചെന്നു. അങ്ങേര് കസേരയിൽ നിന്ന് കാര്യമായിട്ട് എന്തോ വായിക്കുകയാണ്. ഞാൻ ഡോറിൽ നൈസായിട്ടൊന്ന് തട്ടി. മുഖമുയർത്തി ഗൗരവത്തോടെ എന്നെ നോക്കി. ഞാനും കട്ടക്ക് നിന്നു. മെല്ലെ ബുക്ക് ഉയർത്തി കാണിച്ചപ്പോൾ അവിടെ വെച്ചോളാൻ ആംഗ്യം കാണിച്ചു. ബുക്ക് വെക്കാൻ തിരിഞ്ഞപ്പോൾ എൻ്റെ പിന്നിൽ അങ്ങേര് നിൽക്കുന്നുണ്ടെന്ന് മുന്നിൽ കണ്ട നിഴല് തെളിയിച്ചു. തിരിഞ്ഞു നോക്കുന്നതിന് മുമ്പ് തന്നെ ആ കൈകൾ എന്നെ സ്വന്തമാക്കി. പെരുവിരലിന്നൊരു തരിപ്പ് മിസൈൽ പോലെ പാഞ്ഞു ചെന്ന് ഉച്ചയിലെത്തി. നെഞ്ചിരിപ്പിൻ്റെ ശബ്ദം കേട്ട് ചെവി അടിച്ചു പോകുന്ന അവസ്ഥയിലായി. സോറി, ഞാനന്ന് വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. നീയല്ലാതെ എടുത്തെന്ന് എനിക്കറിയാമായിരുന്നു. പൂജാരിയുടെ നിശ്വാസം എൻ്റെ കാതുകളെ പുണർന്നപ്പോൾ സകല രോമങ്ങളും അറ്റൻഷനായി. പക്ഷെ നീ ഓരോ പണി പോയി പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന കണ്ടപ്പോൾ അപ്പോഴത്തെ ദേഷ്യത്തിനാ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ്. നീ സീരിയസ് ആയിട്ട് എടുക്കുമെന്ന് ഞാൻ കരുതിയില്ല. അങ്ങനെ ആയിരുന്നല്ലോ നീ. ഞാനറിഞ്ഞോ നീ ഇത്ര തൊട്ടാവാടിയാണെന്ന്. ഒരു ഹരിശ്ചന്ദ്രൻ വന്നിരിക്കുന്നു. ഇതിലൊന്നും നീ പതറാൻ പാടില്ല വൈശാലി. ഇയാൾ ഇതിലും വലുതൊക്കെ പറയും, പക്ഷെ വിട്ടുകൊടുക്കരുത്. ബോധമില്ലാതെ കിടന്ന നാവിനെ ഞാൻ ചവിട്ടി താഴെയിട്ട് എണീപ്പിച്ചു. വിട്ട ഞാൻ കുതിരി മാറാൻ ശ്രമിച്ചു. എങ്ങേര് വിടുന്ന ലക്ഷണമൊന്നുമില്ല. ഞാൻ കുനിഞ്ഞെന്ന് കയ്യിൽ കടിക്കാൻ നോക്കിയപ്പോൾ അങ്ങേര് പെട്ടെന്ന് പിടിവിട്ടു. അതെനിക്കിഷ്ടമായി. ഞാനൊന്ന് ഇളിച്ച് കാണിച്ചു കൊടുത്തു. എന്നിട്ട് വെട്ടിത്തിരിഞ്ഞടന്നു അങ്ങേരെൻ്റെ മുമ്പിൽ കയറി നിന്നു. എന്നെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് നിൽപ്പാണ്. വഴിന്ന് മാറിക്കോ, എനിക്ക് പോണം. നീ പോണ്ട, ഞാൻ ആൻറ്റിയെ വിളിക്കൂട്ടോ. ആഹാ, നീ വിളിക്കുമോ? വിളിക്കും. എന്നാ വിളിക്ക്. വിളിക്കാനാഞ്ഞതും ഒരൊറ്റ കുതിപ്പിന് അങ്ങേരെൻ്റെ വാവുത്തി മറ്റേ കൈ കൊണ്ട് എൻ്റെ ഇടുപ്പിലൂടെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് എൻ്റെ കണ്ണിലേക്ക് അങ്ങനെ നോക്കി നിന്നു. ലവ് ബേഡ്സുകൾ പലതും ചിറകിട്ടടിക്കാൻ റെഡിയായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങയുടെ മുഖത്തു നിന്ന് ഓട്ടം മാറ്റി. എന്നോട് അടുക്കും തോറും ഞാൻ അകന്നു മാറി. അവസാനം ഞാൻ ചുമരിൽ തട്ടി നിന്നപ്പോൾ അങ്ങേരുടെ മുഖത്തൊരു വിജയഭാവം തത്തിക്കളിക്കുന്ന ഞാൻ കണ്ടു. നെഞ്ചിന്ന് വീണ്ടും ബാൻറ്റടി ഉയർന്നു. പുള്ളിക്കാരൻ്റെ ശ്വാസം എൻ്റെ മുഖത്തടിച്ചപ്പോൾ ഞാൻ നിന്ന് വിയർക്കാൻ തുടങ്ങി. നാവൊക്കെ മരുഭൂമി പോലെയായി. പക്ഷേ എന്നെ ഞെട്ടിച്ചുകൊണ്ട് അങ്ങേരെന്നെ വാരിപ്പുണർന്നു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം എന്നിൽ നിന്ന് അകന്നു മാറി കുനിഞ്ഞു പോയ എൻ്റെ മുഖം പിടിച്ചുയർത്തി. എന്നോ എന്നിൽ മുട്ടിട്ട പ്രണയം മനസ്സിൽ പൂത്തുലഞ്ഞ് സുഗന്ധം പരത്തി. അമ്മക്ക് നല്ലൊരു മരുമോളെ കൊടുക്കണമെന്നുണ്ടായിരുന്നു. ഇനി അത് നടക്കുമെന്ന് തോന്നുന്നില്ല. കണ്ണിൽ കുസൃതി നിറച്ച് എന്നെ നോക്കിയൊരു ആത്മകഥം പോലെ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങേരെയൊന്ന് കൂർപ്പിച്ച് നോക്കിയ ശേഷം മുന്നോട്ട് നടന്നു നീങ്ങി. എന്നിട്ട് തിരിഞ്ഞെന്ന് കുറച്ച് പുച്ഛം വാരി വിതറി. പക്ഷെ മനസ്സിലൊരു ശിങ്കാരി മേളം തന്നെ നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഭൂമിയിലല്ല നിൽക്കുന്നതെന്ന് തോന്നിപ്പോയി. എൻ്റെ കണ്ണൊന്ന് നിറഞ്ഞപ്പോൾ അങ്ങേരുടെ നെഞ്ചെന്ന് നീറിയെന്നത് എന്നെ പുളകം കൊള്ളിച്ചു. അത്രയും നേരം പിടിച്ചു നിർത്തിയ സകല ലവ് ബേഡ്സിനെയും ഞാൻ പറത്തിവിട്ടു. അങ്ങേരെ ഞാൻ എൻ്റെ മനസ്സിൻ്റെ കുടിലല്ല കൊട്ടാരം കെട്ടി പാർപ്പിച്ചു. വീട്ടിൽ പോയി ബെഡിലേക്കൊരു വീഴ്ചയായിരുന്നു. കുറേ കഴിഞ്ഞപ്പോഴാണ് ഞാനത് ഓർത്തത്. അതിനങ്ങേരനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലല്ലോ. നിമിഷ നേരം കൊണ്ട് മനസ്സിൽ വീണ മഞ്ഞുകട്ടകളൊക്കെ കരിഞ്ഞു പോയി. ശരിയാണ്, അങ്ങേരനെ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ല. ഇഷ്ടപ്പെടാൻ മാത്രം ഒന്നും എന്നിലില്ല. ഞാൻ അങ്ങേരുടെ അത്ര നിറമില്ല, പറയാൻ മാത്രം വിദ്യാഭ്യാസമില്ല. പേരിനൊരു ഡിഗ്രി, അതൊരു പ്രൈവറ്റ് കോളേജിൽ. പോലീസുകാർക്ക് പല ടൈം പാസ് ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ അതുപോലെ ഒന്നാ അങ്ങേർക്ക് ഞാൻ. കണ്ടിട്ട് അത്രക്കാരൻ തോന്നില്ല, പക്ഷെ പറയാൻ പറ്റൂല. ഇനി ഞാൻ കുറച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കണമായിരുന്നു. എങ്ങനെയാ ഇപ്പം ഇതൊന്നും അറിയാം? നേരിട്ട് പോയി ചോദിച്ച അങ്ങേര് കളിയാക്കിയാലോ? അത് വേണ്ട. ഉള്ള സമാധാനം പോയി. തിരിഞ്ഞു മറിഞ്ഞും കിടന്നല്ലാതെ നിദ്രാദേവി എന്നെ മൈൻഡ് ചെയ്തില്ല. ഞാൻ ജനലും തുറന്നിട്ട് അങ്ങോട്ട് നോക്കിയിരുന്നു. വീടിന്റെ സിറ്റ് ഔട്ട് കാണാം. മോളിലെ പൂജാരിയുടെ റൂമിന്റെ ഒരു ഭാഗവും കാണാം. പക്ഷെ അവിടെ ജനലൊന്നുമില്ല. കാണണമെങ്കിൽ അങ്ങേര് പുറത്തിറങ്ങി നിൽക്കണം, ബാൽക്കണിയിൽ. ഉറങ്ങാത്തതുകൊണ്ട് പിന്നെ ഉണരേണ്ടി വന്നില്ല. കോളേജിൽ പോകാൻ ഇറങ്ങാൻ നേരത്ത് ഞാൻ കുറച്ചുറക്കെ പോവാന്ന് വിളിച്ചു പറഞ്ഞ അമ്മയോട്. ഉദ്ദേശം ദുരുദ്ദേശം തന്നെയാണ്, അങ്ങേര് കേൾക്കണം. വഴിയിലെത്തിയപ്പോഴേ വണ്ടി സ്റ്റാർട്ടാക്കുന്ന സൗണ്ട് ഞാൻ കേട്ടു. എൻ്റെ മുമ്പിൽ വന്ന് നിർത്തിയിട്ടപ്പോഴും ഞാൻ വലിയ മൈൻഡ് കൊടുത്തില്ല. മനസ്സിലുള്ളത് എന്താണെന്ന് ക്ലിയർ ആയില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് വെയിറ്റ് ഇരിക്കട്ടെ. വാ, കയറിരി, ഞാൻ കൊണ്ടാക്കാം.
എന്തിന്? അല്ല, നീ വെറുതെ ബസ്സിലൊക്കെ കയറി ബുദ്ധിമുട്ടുണ്ടല്ലോ. ഒരവിഞ്ഞ ചിരിയുണ്ട് മുഖത്ത്. എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വലിയ ജാടിയിടാതെ കയറി വേണേ. ഞാനില്ല. അതെന്താ? ആരെയും കണ്ടാൽ പിന്നെ അത് മതി. ആര് കാണാൻ? ആരെയും കണ്ടോട്ടെ. ചിരിച്ചോണ്ടാണ് നിൽപ്പ്. ഞാൻ മുഖം വീർപ്പിച്ച് നിന്നു. അതെ, ചോദിക്കുന്നവരോട് പറഞ്ഞാൽ മതി, ഞാൻ നിന്നെ കെട്ടാൻ പോകുന്ന ചെക്കനാന്ന്. കണ്ണിലൊരു കുസൃതി ഒളിപ്പിച്ചുള്ള ആ നിൽപ്പ് കണ്ടപ്പോൾ എൻ്റെ ഓരോ രോമങ്ങൾക്കിടയിലും നാണം വന്ന് നിറഞ്ഞു. ഞാൻ മേലെ കണ്ണുയർത്തി നോക്കിയപ്പോൾ എന്നെ നോക്കി സൈറ്റ് അടിച്ച് കാണിച്ച്. ഞാൻ പോട്ടെ? വാ, ഞാൻ കൊണ്ടാക്കാം. അയ്യടാ വേണ്ട, ഞാൻ നടന്നോളാം. ഓ, വേണ്ടേ വേണ്ട എന്ന് പറഞ്ഞ് മൂപ്പരങ്ങ് പോയി. വാടിക്കൊഴിഞ്ഞ പൂക്കളെല്ലാം വീണ്ടും പൂത്തിളഞ്ഞു. ഇന്നലെ പിന്നെ കണ്ടതേയില്ല. രാത്രി അങ്ങേരി വരുമ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കായിരുന്നു. അതുകൊണ്ട് പോയി നോക്കാൻ പറ്റിയില്ല. രാവിലെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ബുള്ളറ്റിൻ്റെ സൗണ്ട് കേട്ടു. പക്ഷെ കറക്റ്റ് സമയത്ത് എൻ്റെ ബസ് വന്നു. അതുകൊണ്ട് ശരിക്ക് കാണാൻ പറ്റിയില്ല. വൈകിട്ട് വീട്ടിലേക്ക് നടക്കുമ്പോഴും എൻ്റെ കണ്ണുകൾ അങ്ങേരെ തിരഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷെ കണ്ടില്ല. വീട്ടിൽ ബൈക്കും ഇല്ല. രാത്രിയായിട്ടും പുള്ളിക്കാരൻ വന്നില്ല. സാധാരണ ഇത്ര ലേറ്റ് ആവാറില്ല. രാവിലെ ആയിട്ടും അങ്ങനെ കാണാത്തത്. എവിടുന്ന് ഒരു ഭയം വന്നെന്നെ പൊതിഞ്ഞു. ഇന്നിനി ക്ലാസ്സിൽ പോയാൽ ശരിയാവില്ല. ഇന്ന് പോയാൽ പിന്നെ ആ തിരുമോന്ത കാണി പിന്നെ നാളെ രാവിലെ ആവണം. അമ്മയോട് ഗുസ്തി പിടിക്കേണ്ടി വന്നെങ്കിൽ അവസാനം ഞാൻ തന്നെ ജയിച്ചു. വരവ് ലൈവായി കാണാൻ വേണ്ടി ഞാൻ രാവിലെ തന്നെ ആൻറ്റിയുടെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. പുള്ളിക്കാർക്കും അറിയില്ല അങ്ങേര് ഇന്നലെ എന്താ വരാത്തതെന്ന്. വരൂല എന്ന് രാത്രി വിളിച്ചു പറഞ്ഞു പോലും. പക്ഷെ എന്താ കാരണം എന്ന് പറഞ്ഞില്ല എന്ന്. വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ആശ്വാസമായി. ഞങ്ങൾ അവിടെ നിന്ന് കുറേ സംസാരിച്ച്. പെട്ടെന്ന് ബുള്ളറ്റിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ഇറങ്ങി ഓടാൻ തോന്നി. പിന്നെ ആൻറ്റി അടുത്തിരിക്കുന്നതുകൊണ്ട് ഞാൻ കൺട്രോൾ ചെയ്ത് അവിടെ തന്നെ ഇരുന്നു. ആൻറ്റി ഉമ്മറത്തേക്ക് നടന്നപ്പോൾ പിന്നാലെ ഞാനും നടന്നു. പക്ഷെ ആൻറ്റിക്ക് മുമ്പ് എൻ്റെ കണ്ണുകൾ അവിടെ എത്തി. മുമ്പേ പോയ കണ്ണ് മുന്നിലെ കാഴ്ച കണ്ട് തള്ളിങ്ങ് പുറത്തോട്ട് പോരാൻ തക്ക മുന്തി നിന്നു. പൂജാരി അപ്സരസ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരുത്തിയും കൊണ്ട് എന്തോ അപരാധം ചെയ്ത പോലെ നിൽക്കുന്നു. കണ്ണിൻ്റെ മാത്രമല്ല, എൻ്റെ സകല ഫ്യൂസും അടിച്ചു പോയി. തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം.